തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യമായതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണമെന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ പൊന്നാനിയെ കുറിച്ച് പറയുമ്പോൾ പൊന്നാനി ഒരു പൗരാണികതയുടെയും ചരിത്രത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരുപാട് വിനിമയങ്ങളുടെയും ഒക്കെ ഒരു നഗരം എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു ജനപഥം എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അത്തരം ഈ വിനിമയങ്ങൾ കൊണ്ടുണ്ടായ ഒരു വൈവിധ്യം ഇവിടെയുണ്ട്. അതൊരു ബഹുസ്വരതയും അതൊരു സഹിഷ്ണുതയും അതിൻ്റെ ഒരു സാമുദായിക ഐക്യമൊക്കെയാണത്. അപ്പോൾ പൊന്നാനി ഒരു ഭൂതകാലത്ത് എന്ന് പറയുമ്പോൾ ഒരു 600-700 കൊല്ലം മുമ്പുള്ള പൊന്നാനി എന്നാൽ അതൊരു കൊളംബോവിനെ പോലെ, അല്ലെങ്കിൽ മുസിരിസിനെ പോലെ, അല്ലെങ്കിൽ തൂത്തുക്കുടിയെ പോലെയൊക്കെയുള്ള വാണിജ്യ പ്രധാനമായ ഒരു തുറമുഖമായിരുന്നു. പിന്നീട് അത് ഒരു ബോധപൂർവമായ ഒരു അറ്റാക്ക് വന്ന് ഒരു ഓർഗനൈസ്ഡ് ലൂട്ട് പോർച്ചുഗീസുകാർ നടത്തി പൊന്നാനി കുറച്ച് പതറിപ്പോയി. അതിനുശേഷം പുതിയ കാലത്ത് പൊന്നാനി ഇപ്പോഴും അതിൻ്റെ ഒരു വൈവിധ്യങ്ങളുമായിട്ട് നിലനിൽക്കുന്നു. പക്ഷേ ഇവിടെ കാലത്തിനനുസരിച്ച് പൊന്നാനിയെ കൈപിടിച്ച് നടത്താൻ ഉതകുന്ന ഒരു പദ്ധതികളും ഇല്ല എന്നുള്ളത് അതൊരു നിരാശാജനകമായ കാര്യമാണ്. ഞാനതൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലല്ല പറയുന്നത്. നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണ്. നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിച്ചാൽ ഈ പൊന്നാനിയിൽ ഒരു പുതിയ കാലത്തിന് ചേരുന്ന ഒന്നായിട്ട്, അല്ലെങ്കിൽ പൊന്നാനിയുടെ ഒരു പഴയ പ്രതാപത്തിൻ്റെ അനുബന്ധമായിട്ട് എന്താണുള്ളത് എന്നൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. അതിൽ പൊന്നാനിയുടെ മുഖത്തേറ്റ കറുത്ത പാടുകളെ പോലെ ഒരുപാട് പോരായ്മകൾ ഇവിടെയുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾ ഈ തീരദേശത്തേക്ക് പോയി നോക്കുക. ഈ പൊന്നാനി അസംബ്ലി മണ്ഡലത്തിൻ്റെ തന്നെ ഒരു 25 മുതൽ 30% വരെ തീരദേശമാണ്. ഈ തീരദേശത്ത് ഈ കടൽ ഭിത്തി എന്ന ഒന്നില്ല. അവിടെ കടൽ ഭിത്തി ഇല്ലാത്തത് കൊണ്ട് ആശങ്കയിലാഴ്ന്ന് കഴിയുന്ന കുടുംബങ്ങൾ മാത്രമേ കടലിനോട് ചേർന്ന് താമസിക്കുന്നുള്ളൂ. ഇതൊരു വലിയൊരു ട്രോമയാണ്. ഡെമോക്രസിൻ്റെ വാളിന് കീഴിൽ എന്ന പോലെയാണ് ഇവർ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നത്. പിന്നെ ഇവർക്ക് പട്ടയം കൃത്യമായിട്ട് ലഭ്യമല്ല. ഉള്ള പട്ടയത്തിന് അവർക്ക് ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കുന്നില്ല. ഇവർക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ, അത് നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ പക്ഷാഘാതം ബാധിച്ച ഡസൻ കണക്കിന് ആളുകളെ തീരദേശത്ത് ഞാൻ കാണുന്നുണ്ട്. ഒരു കാരണവുമില്ല പക്ഷാഘാതം ഒരു 35 വയസ്സിലും 36 വയസ്സിലൊക്കെ അവരെ പിടികൂടേണ്ട ഒരു കാരണങ്ങളും കാണുന്നില്ല. പക്ഷേ സ്ട്രോക്ക് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, കിഡ്നി രോഗികളുണ്ട്, ലിവർ പേഷ്യൻസ് ഉണ്ട്, ഹൃദ്രോഗികളുണ്ട്. ഇവർ ആരോഗ്യ ദൃഢഗാത്രരാണ് ഈ തീരദേശക്കാരെന്നൊരു സങ്കല്പമുണ്ട്. പക്ഷേ അതൊക്കെ കാറ്റിൽ പറന്നു പോകും വിധം ഏറ്റവും അധികം രോഗാതുരമായിട്ട് തീരദേശം മാറുന്നു. അതിനെക്കുറിച്ചൊരു ശാസ്ത്രീയ പഠനം നടത്താൻ ഈ മുനിസിപ്പാലിറ്റി പോലും തയ്യാറായില്ല എന്ന് വരുമ്പോൾ ഇവരൊക്കെ വലിയ തോതിലൊരു ജനങ്ങളോട് അന്യായമാണ് കാണിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കടപ്പുറത്ത് ഈ പൊന്നാനിയുടെ മാത്രം സവിശേഷതയാണ് ഇത്രയധികം ഓലപ്പുരകൾ. ഇത്രയധികം ഓലപ്പുരകളുള്ള ഒരു തീരദേശവും കേരളത്തിലില്ല. 1000-ലധികം ഓലപ്പുരകളുണ്ട്. അവിടെയൊക്കെ എൻ്റെ തറ പൂഴിയും ചുമരോലയും മേൽക്കൂര ഓലയുമാണ്. 10,000-കണക്കിന് മനുഷ്യർ ഉണ്ടുറങ്ങി കഴിയുകയാണ്. ആ ഓലപ്പുരയും വെച്ചിട്ടുള്ളൊരു പൊന്നാനിയെ കുറിച്ച് എന്ത് വികസനമാണ് ഇവർ ഈ വാചാടാപമായിട്ട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പുനർഗേഹം പദ്ധതിയിൽ സർക്കാർ തന്നെ കെട്ടിടം പണിയുന്നു, സർക്കാർ തന്നെ നമ്പർ കൊടുക്കണം, ഇത് നമ്പർ കിട്ടുന്നില്ല. അപ്പോൾ ഇതിന് നിയമലംഘനം. അപ്പോൾ പിന്നെ ഈ ഹാർബർ വകുപ്പും ഫിഷറീസ് വകുപ്പും അവർ ഈ 2 വകുപ്പുകൾ ചേർന്ന് ഈ പൊന്നാനിയിൽ ധൂർത്തടിച്ചും അവർ ലക്ഷ്യം തെറ്റി ചെലവഴിച്ചും അഴിമതി നടത്തിയും അവർ പാഴാക്കിയ സംഖ്യ എന്ന് പറഞ്ഞാൽ കോടികളാണ്, 100 കോടിക്ക് മുകളിലാണ്. എന്തിനാണ് ഇങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ പൊന്നാനിയിൽ നിന്ന് ഞാൻ സ്വയം ആലോചിച്ചു പോവുകയാണ്. ഇങ്ങനെ 2 വെള്ളാനകൾ. ഇതിനെതിരെ വലിയ തോതിൽ നിങ്ങൾ പത്രക്കാരുൾപ്പെടെയുള്ള ആളുകൾ ഓരോ കാര്യങ്ങൾ എഴുതി പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഇവിടുത്തെ CPM-ൻ്റെ നേതൃത്വം അല്ലെങ്കിൽ MLA ഒക്കെ അതിനെ ശരിവെക്കും.
എന്നിട്ട് ഉദ്യോഗസ്ഥരുടെ കുറ്റവും കുറവുമാണ്, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇറക്കും. ഉദ്യോഗസ്ഥരുടെ കുറ്റവും കുറവും ഒക്കെ പരിഹരിക്കാനും അവരെ നേർവഴിക്ക് നടത്താനുമാണ് ഇവിടെ രാഷ്ട്രീയ അധികാരം. അല്ലെങ്കിൽ ഇവർ ജനാധിപത്യത്തിൽ എന്തിനാണ് രാഷ്ട്രീയക്കാർ ഭരണ പദവികളിലേക്ക് വരേണ്ട കാര്യം? ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കേരളം ഒന്ന് ഭരിച്ചാൽ പോരെ, അങ്ങനെ ഉദ്യോഗസ്ഥരുടെ പിഴവാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ തങ്ങളൊരു നിർഗുണരാണ് എന്നുള്ളതിൻ്റെ ഒരു വിളംബരമാണ് അവർ ആ കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനതിനകത്ത് ഇനിയിപ്പം ജിബീഷ് പറഞ്ഞത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. അതായത് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ പൊന്നാനിയുടെ ഒരു മനോഹാരിത നിറഞ്ഞ ഒരു ഭൂപ്രകൃതിയാണ് പൊന്നാനിക്ക്. ഇവിടെ ഒരുപാട് കലാ സാംസ്കാരിക സാഹിത്യ നായകരൊക്കെ ഉണ്ടായത്, അവരെ പ്രചോദിപ്പിച്ചത് ഈ ഭൂമിയുടെയും ഈ പരിസരത്തിൻ്റെയൊക്കെ സൗന്ദര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ ഈ BM തൊട്ട് 100 അടിത്തോട് തുടങ്ങുകയാണ്. അത് കുന്നംകുളം വരെ 22 ചില്ലുവാനം കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. അതിൻ്റെ ആഴം കൂട്ടി വീതി കൂട്ടി അതൊരു ജലപാതയാക്കി വികസിപ്പിച്ചാൽ അതിൻ്റെ ഇരുവശങ്ങളിലും കോൾ നിലങ്ങളാണ് ഭൂരിഭാഗവും. അപ്പോൾ ഈ കോൾ നിലങ്ങളുടെ നടുവിലൂടെയുള്ള ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഇതുപോലെ അനുഭൂതി നിറഞ്ഞൊരു യാത്ര ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ചുരുക്കമായിരിക്കും. ഇപ്പോൾ നമ്മളൊക്കെ ഉദകമണ്ഡലം ടു മേട്ടുപ്പാളയം, ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയം വരെ ഒരു പൈതൃക റെയിൽവേ ലൈനിലൂടെ യാത്ര ചെയ്യാൻ നമ്മളൊക്കെ തിക്കിത്തിരക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു അനുഭവമായിരിക്കും അത്. ടൂറിസം ഭൂപടത്തിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു മികച്ച ഒരു ജലപാത, ഒരു പൈതൃക ജലപാതയൊക്കെ ആക്കി നാളുകളിൽ നമുക്ക് ബ്രാൻഡ് ചെയ്യാവുന്ന ഒന്നാണ്. അത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് കർമ്മ റോഡാണ്. ഈ കർമ്മ റോഡ് ഹൈദരാബാദിൽ ഒരു നെക്ലൈസ് റോഡുണ്ട്, അതുപോലെ ബോംബെ മറൈൻ ഡ്രൈവ് ഉണ്ട്. ഇതിനൊക്കെ സമാനമായ ഒന്നാണ് കർമ്മ റോഡ്. ഇപ്പോൾ ദുബായ് പോലുള്ള നഗരങ്ങളിലൊക്കെ അങ്ങനെ ഒരു റോഡും അങ്ങനെ ഒരു കായലൊക്കെ ഉണ്ടാക്കാൻ അവർ 1.5 ലക്ഷം 2 ലക്ഷമൊക്കെ കോടിയാണ് ചെലവഴിക്കാൻ അവർ മുന്നോട്ട് വരിക. ഇവിടെ ഈ വിഭവ ലഭ്യത നമുക്കുണ്ട്. അവിടെ മനുഷ്യരും വാഹനങ്ങളും കടക്കാരും വാണിഭക്കാരും ഒക്കെ തിങ്ങി നിറഞ്ഞൊരു കുഴമ്പ് പരുവത്തിലാണ് ആ കർമ്മ റോഡിൽ നിന്ന് കിടക്കുന്നത് തിരക്കുള്ള സമയങ്ങളിൽ. അതിന് കർമ്മ റോഡിനെ ചമരോട്ടം പാലവുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. കർമ്മ റോഡിലെ പാർക്കിങ്ങിന് ആളുകൾക്ക് ഇടപഴകാൻ ഒക്കെ കൃത്യമായ സ്ഥലങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അവിടെ ഒരു ഡിസൈനർ ഷോപ്പുകൾ വരേണ്ടതുണ്ട്. അവിടെ ടൈൽ പാകിയ കാൽനട യാത്രാ വീഥികൾ വരേണ്ടതുണ്ട്. വഴിവിളക്കുകൾ വരണം, ഇരിപ്പിടങ്ങൾ വരണം. ആളുകൾക്ക് ലഘു വ്യായാമങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള ചെറിയ കൗണ്ടറുകളൊക്കെ വേണം. അത്തരത്തിൽ അതിന് ഒരു അഭിമാനകരമായ ഒരു ബ്രാൻഡായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഒരു ഇടപെടലുകൾ ഉണ്ടാകും. മൂന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓലപ്പുരകളില്ലാത്ത ഒരു തീരദേശം എന്നൊരു ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നേറും. കാരണം ഇതൊരു നമ്മളെയൊക്കെ ഒരു അലോസരപ്പെടുത്തുന്ന കാഴ്ച. ഞാനതൊന്നും പൊളിറ്റിക്സ് പറയല്ലേ, അതൊരു വലിയ അലോസരമാണ്. ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികളും സ്ത്രീകളും വൃദ്ധരും രോഗികളും ഒക്കെ ഇങ്ങനെ ഒരു 100-250 സ്ക്വയർ ഫീറ്റ് ഓലപ്പുരകളുടെ ഉള്ളിൽ ഇങ്ങനെ കഴിയുക എന്ന് പറഞ്ഞാൽ പടക്കൂലേക്ക് പഴുക്കാൻ വെച്ച മാതിരി ഈ വേനൽക്കാലത്ത് ചൂടും അതിൻ്റെ ഹ്യൂമിഡിറ്റിയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു ജീവിതമൊക്കെ അതിദയനീയമാണത്. അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ട് പൊന്നാനിയിലെ ഒരു പൊതുപ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ ജനാധിപത്യ ധാർമ്മികത ആളുകൾക്കുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ഇടപെടൽ വേണം. ഞാൻ ജനപ്രതിനിധി ആയാൽ ഒരു ഓലപ്പുരകളില്ലാത്തൊരു പൊന്നാനി തീരദേശം എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കും. അതുപോലെ തന്നെ ഞാനിവിടെ ശബരിമല ഇടത്താവളം ഞാനിവിടെ 2 വർഷം മുമ്പ് ഈ പള്ളപ്പുറം പുന്നക്കൽ ക്ഷേത്രത്തിന് സമീപം തുടങ്ങിയതാണ്. അത് വലിയൊരു തോതിൽ അത് ഭക്തരുടെ ശ്രദ്ധയാകർഷിച്ചു. അതൊരു ഹിറ്റായി മാറി. അപ്പോൾ കണ്ടോർമ്മക്കാവ് ക്ഷേത്രം എന്നെ ഇത്തവണ അത് നടത്താൻ വേണ്ടി ക്ഷണിച്ചു. നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ അരീക്കോട്ടുകാരെന്നൊക്കെ എന്നെ പറ്റി ആളുകൾ പറയുന്നത്, ഞാനതിനകത്ത് എനിക്ക് എൻ്റെ ഒരു നാടിനെ കുറിച്ച് അഭിമാനമുണ്ട്. ഞാൻ അരീക്കോട്ടുകാരൻ തന്നെയാണ്. അപ്പം അവിടുന്ന് വന്ന എന്നെ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ഒരു
അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഇടത്താവളം നടത്താൻ വേണ്ടി അവർ ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് KP നൗഷാദ് അലി എന്നുമാണ്. ഞാൻ അപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അത് എനിക്കുള്ളൊരു വലിയൊരു സ്വീകാര്യതയായിട്ട് അപ്പോൾ എനിക്ക് വലിയ അഭിമാനബോധം തോന്നി. എൻ്റെ ഒരു പൊതുപ്രവർത്തനം ഒരു സഫലീകൃതമാവുന്നതിൻ്റെയൊക്കെ ഒരു സൂചനയായിട്ട് എനിക്ക് തോന്നി. കാരണം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളിലൊന്നും എൻ്റെ പാർട്ടിക്കാരൊന്നും അധികമൊന്നുമില്ല. അപ്പോൾ ഞാനത് വളരെ ഭംഗിയായിട്ട് അവിടെ നടത്താൻ സാധിച്ചു. അതിനകത്ത് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും മറ്റ് വലിയ ഗുരുവായൂർ ശബരിമല തന്ത്രിമാരും മറ്റ് വേദപണ്ഡിതരും അങ്ങനെ ഒരു മിക്സഡ് സൊസൈറ്റി അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഞാനത് പൊന്നാനിയിൽ സർക്കാർ സഹായത്തോടെ വിപുലീകൃതമായ നിലയിൽ ഇടത്താവളം അവിടെ നടത്തണമെന്നൊരു പ്രഖ്യാപനം നമ്മൾ അവിടെ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ അത്യധ്വാനം ചെയ്ത് പരിശ്രമിച്ചത് ഔദ്യോഗികമാക്കും. കാരണം നമ്മൾ ഇടത്താവളമായിട്ട് വന്നതിന് ശേഷമാണ് കേരള ബജറ്റിലും പൊന്നാനി മുനിസിപ്പാലിറ്റിൻ്റെ ബജറ്റിലൊക്കെ ഇടത്താവളമൊക്കെ ഇടം പിടിച്ചത്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിന് സാധ്യമാകുന്ന ഇതിലൊന്നും പൊളിറ്റിക്സ് ഇല്ല. സാധ്യമാകുന്ന ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ച് അത് സാധ്യമാക്കണമെന്നുണ്ട്. അതുപോലെ പൊന്നാനിയിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഇവിടെ നമ്മളെ കുട്ടികൾക്ക് കളിച്ച് വളരാനോ പഠിച്ചു വളരാനോ ഉള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. ഇവിടെ ഒരു ആശുപത്രി പോലും മര്യാദയ്ക്കില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എൻ്റെ ഒരു ശ്രദ്ധ കൃത്യമായിട്ടുണ്ടാവുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എനിക്കിവിടെ കുട്ടികൾക്കൊരു സ്റ്റേഡിയം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ഫുട്ബോൾ, ക്രിക്കറ്റ് പോലെയുള്ള കായിക ഇനങ്ങളിൽ പരിശീലനങ്ങളും പിന്നെ കബഡി അടക്കമുള്ള ഗെയിംസ് ഇനങ്ങളിലൊക്കെ പിന്നെ മുന്നോട്ട് വരുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് അവർ ലക്ഷ്യത്തിലെത്താൻ വേണ്ട ഒരു പിന്തുണ, അതൊരു നയപരമായും സാങ്കേതികമായും സാമ്പത്തികമായിട്ടൊക്കെയുള്ള സഹായമാണ് ആ കുട്ടികൾക്കൊക്കെ വേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ നടത്തും. അതിനുവേണ്ടി ഒരു സംഘടനയോ അല്ലെങ്കിൽ NGOകളെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ടൊരു മൂവ്മെൻറ്റ് നടത്തണം സർക്കാരിൻ്റെ കൂടി സഹായത്തോടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു സ്റ്റേഡിയം പൊന്നാനിയിൽ ഉണ്ടാക്കണം എന്ന ഒരു വലിയ ആഗ്രഹം അല്ലെങ്കിൽ വാഗ്ദാനം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അത് ഞാൻ പറയാൻ കാരണം ഇതൊക്കെ ഓരോ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. കാരണം ദേശീയ കബഡി മത്സരത്തിൽ പങ്കെടുത്ത പയ്യൻ, അതിനകത്ത് സെക്കൻഡ് പ്രൈസ് വിന്നിംഗ് ആയ ടീമിൻ്റെ ഭാഗമായിരുന്നു ആ കുട്ടി. അന്തർദേശീയ കബഡി മത്സരത്തിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശിലും പോയ ആളാണ്. ആ പയ്യൻ ഇവിടെ മരക്കടവിൽ ജ്യൂസ് കടയിൽ ഇളനീർ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ദുരവസ്ഥയൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതിൽ ഈ പൊതുസമൂഹം മുഴുവൻ അതിനകത്ത് ഉത്തരവാദികളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകളെ കൈപിടിച്ച് ഉയർത്താനുള്ള നടപടികൾ വളരെ കൃത്യമായിട്ട് നടത്തും. ഇനി മറ്റൊരു കാര്യം, ഇവിടെ 4000 ഏക്കറോളം കോൾ കൃഷിയിടങ്ങളുണ്ട് ഈ പൊന്നാനി നിയമസഭാ മണ്ഡല പരിധിയിൽ. അത് ഒരു എക്സാക്ട് ഫിഗർ അല്ല, അപ്രോക്സിമേറ്റ് 4000-നടുത്ത് ഏക്കർ കോൾ നിലങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഈ കോൾ കർഷകർക്ക് അവരുടെ നെല്ലുൽപ്പാദിപ്പിച്ച് സപ്ലൈക്കോ കൊടുത്തതിന് പണം കൊടുക്കുന്നില്ല. ലോണാണ് ഏർപ്പാടാക്കി കൊടുക്കുന്നത്. ആ ലോണ് തിരിച്ചടക്കണമെങ്കിൽ സപ്ലൈക്കോ പൈസ കൊടുക്കണം. അതും കൊടുക്കാതെ വരുമ്പോൾ ലോണും അടക്കാൻ പറ്റുന്നില്ല. അവർ ഡെപ്റ്റാണ്. പിന്നെ അവരൊരു നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ മുഖങ്ങളായി മാറുകയാണ്, നിഷ്ക്രിയ ആസ്തിക്കാരായി മാറുകയാണ്. അവരുടെ സിബിൽ സ്കോറും ഇല്ല, അവർക്ക് വേറൊരു സാമ്പത്തിക വ്യവഹാരവും സാധ്യമാവാത്ത ഒരു സ്ഥിതി വരുന്നു. പൊന്നാനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോൾ നിലങ്ങളാണ് പൊന്നാനിയുടെ മണ്ണ്, ജലം, ജൈവസമ്പത്ത് ഈ മൂന്നിനെയും നിർണയിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഉപ്പുരസം നിറഞ്ഞ കടൽ തൊട്ടടുത്തുണ്ടാകുമ്പോഴും ഇവിടെ ജലദൗർലഭ്യം ഒറ്റപ്പെട്ടതായി മാത്രം അവശേഷിക്കാൻ കാരണം ഈ നാടിൻ്റെ മനോഹാരിതയ്ക്ക് കാരണം ഈ നാടിൻ്റെ എല്ലാ ഡൈവേഴ്സിറ്റിക്കും ജൈവ വൈവിധ്യത്തിന് കാരണം ഈ കോൾ നിലങ്ങളാണ്. അപ്പോൾ അവിടെ ജലദൗർലഭ്യം തുറച്ചു നോക്കുകയാണ് അവർ. കാരണം ഈ ചമ്രവട്ടം പാലം എന്നൊക്കെ പറഞ്ഞ പഞ്ചവടിപ്പാലമായിട്ട് പോയതിൻ്റെ ഒരു വലിയ കുഴപ്പമാണത്. അതൊക്കെ ഇവിടെ നിങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരും നിങ്ങളൊക്കെ എഴുതിയ ആളുകളുമാണ്. ആ ചമ്രവട്ടം പാലം നിർദ്ദിഷ്ട രീതിയിൽ പൂർത്തിയായിരുന്നുവെങ്കിൽ കോൾനിലങ്ങൾക്കുള്ള വാട്ടർ സപ്ലൈ ഇപ്പോഴും നിലവിൽ കൃത്യമാവുമായിരുന്നു. അത് സംഭവിക്കാതെ പോയി. അപ്പോൾ പലരും അത് തരിശിടാനുള്ള തീരുമാനത്തിലാണ്. ആ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് കോൾ നിലങ്ങളെ സമൃദ്ധമായും സംതൃപ്തമായും നിലനിർത്താനുള്ള നടപടികൾ കൈക്കൊള്ളും. അതുപോലെ തന്നെ ഈ പൊന്നാനി നിങ്ങൾ നോക്കിയാൽ ഈ പൊന്നാനി ഇപ്പോൾ ഒരു വികസനം എന്നൊക്കെ പറയുമ്പോൾ ആ അങ്ങാടിയിൽ ആ പാലം വെച്ചിട്ട്
ആ പാലത്തിൻ്റെ ചുറ്റും ആളുകളും വാഹനങ്ങളും അങ്ങനെ ബ്ലോക്കായി കിടന്നിട്ടുള്ളൊരു പൊന്നാനി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഈ പൊന്നാനിയുടെ ഒരു സുന്ദരിയായിട്ടൊരു പെൺകുട്ടി കല്യാണത്തിന് ഉടുത്തൊരുങ്ങി പോയിട്ട് മുഖത്ത് കരിവാരി തേച്ച അനുഭവമാണ് അതിനുള്ളത്. അത് അടിയന്തരമായിട്ട് നമുക്ക് പരിഹരിക്കണം. ആ പാലം പൊളിച്ച് അവിടെ വിശാലമായ ഒരു വാഹന ഗതാഗതത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു നീലം തോടുണ്ട്. നമ്മുടെ ഈ പൊന്നാനി ഈ പരിസര പ്രദേശങ്ങൾ, ഈ ഈഴവത്തുരുത്തി ബെൽറ്റിൽ നിങ്ങളുടെ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ തൊട്ടപ്പുറത്തുകൂടി ഒഴുകുന്ന തോട് 4-5 വാർഡുകളാണ് അതിനകത്ത് പെടുന്നത്. മഴക്കാലമായാൽ അതിൻ്റെ മാലിന്യം ഉൾപ്പെടെ അത് കരകവിഞ്ഞ് ഒഴുകിയിട്ട് വലിയ പ്രയാസം അവിടുത്തെ വീട്ടുകാരൊക്കെ ഉണ്ട്. സാംക്രമിക രോഗങ്ങൾ, കൊതുക്, ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കെടുതികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നീലന്തോടിന് വീതിയും ആഴവും കൂട്ടി അതൊക്കെ പുനഃക്രമീകരിച്ച് സ്ലാബൊക്കെ ഇട്ട് നടപ്പാത വികസിപ്പിക്കേണ്ടതെങ്കിൽ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ എത്രമാത്രം ആളുകൾക്ക് സഹായകമാവും എന്നുള്ളതൊന്നും പറഞ്ഞറിയിക്കാൻ പോയി. അതിനൊന്നും വലിയൊരു പണച്ചെലവിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പുതുപ്പൊന്നാനിയിൽ മുനമ്പത്ത് നിങ്ങൾ പോയി നോക്കിയാൽ നമ്മുടെ ഡസൺ കണക്കിന് തോണികൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പുതുപ്പൊന്നാനി. ബോട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അഴീക്കൽ ഭാഗത്താണ്. പുതുപ്പൊന്നാനി തോണിക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ളൊരു എൻട്രി പോയിന്റ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ അത് മാക്സിമം അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഒരു 20 മീറ്ററിന് താഴെയാണ്. അത് ഈ വേലിയിറക്ക സമയത്ത് ഈ മണൽത്തിട്ടകൾ രൂപപ്പെടുന്നതിനനുസരിച്ച് അതിൻ്റെ വീതി കുറഞ്ഞു കൂടിയൊക്കെ ഇരിക്കും. അപ്പോൾ ഈ തോണി മത്സ്യമായിട്ടൊക്കെ വരുമ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ ഈ ഇടുങ്ങിയ വഴിയിൽ ഈ തോണിയുടെ വശങ്ങൾ തട്ടി ഒരുപാട് അറ്റകുറ്റപ്പണികൾക്ക് അവർ നിർബന്ധിതരാവുകയാണ്. ഇനി ഒരു 100 മീറ്റർ വീതിയെങ്കിലുമുള്ള ഒരു എൻട്രി പോയിന്റായിട്ട് അതിനെ വികസിപ്പിക്കണം. അതിനൊന്നും സർക്കാർ ആനപ്പാട്ടം പിരിഞ്ഞ തുകയൊന്നും കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ശ്രമദാനം മതി, അല്ലെങ്കിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു സ്കീം ഉണ്ടാക്കിയാൽ നടത്താവുന്ന കാര്യമേ ഉള്ളത്. എന്തെങ്കിലുമൊക്കെ ഇവർ നടത്താത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ആ പുതുപ്പൊന്നാനി ഭാഗത്ത് ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. കർമ്മ റോഡ് അല്ലെങ്കിൽ പോലും ഒരു പാരലായിട്ട് അവിടെ കടലും അതിൻ്റെ അഴിമുഖം, ഈ കര, ഇതിനിടയിലൊക്കെയുള്ള ഒരുപാട് മനോഹരമായ ഭൂപ്രദേശങ്ങളുണ്ട്. അവിടെ പക്ഷികളുടെ സങ്കേതമാണ്. അങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒന്നാണ്. അവിടെയും ഒരു ടൂറിസം സ്പോട്ടായിട്ട് വികസിപ്പിക്കാൻ ഒരുപാട് സാധ്യതകളുള്ളതാണ്. അതിൻ്റെ സാധ്യതകൾ ആരായും. അതുപോലെ അവസാനമായിട്ടൊരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ഈ പൊന്നാനി എന്നത് ഇവിടെ ഇതൊരു പഴയ പൊന്നാനി താലൂക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ MT പിറന്ന മണ്ണ്, അക്കിത്തം, എടശ്ശേരി, ഉറൂബ്, നാലപ്പാട്ട് നാരായണമേനോൻ, ബാലാമണി അമ്മ, കമല തുടങ്ങി അങ്ങനെ ശ്രീരാധാകൃഷ്ണൻ, ഇങ്ങനെ പുതിയ തലമുറയിലും പഴയ തലമുറയിലൊക്കെ ആയിട്ട് ഐതിഹാസിക മാനങ്ങളുള്ള ഒരുപാട് സാഹിത്യകാരന്മാർ പിറവിയെടുത്ത മണ്ണാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സാഹിത്യ തറവാടിൻ്റെ ആസ്ഥാനം, അല്ലെങ്കിൽ അക്ഷര നഗരിയും സാംസ്കാരിക നഗരിയൊക്കെ പൊന്നാനിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും പൊന്നാനിയുടെ ആ പൈതൃകം, ആ ഒരു പാരമ്പര്യം നിലനിർത്താനും പുതിയ തലമുറയുടെ വാസനകളും ചോദനകളും ഒക്കെ പരിപോഷിപ്പിക്കാനും വേണ്ട ഗൗരവതരമായ ഇടപെടലുകൾ നടത്തണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഞാനിവിടെ പൊന്നാനിയിലൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ട്. അതൊരു മിനിയേച്ചർ പോലെയാണ് നടത്തിയിട്ടുള്ളത്. അതൊരു ലോകമെങ്ങും അറിയുന്നൊരു ലിറ്ററേച്ചർ പൊന്നാനി PLF പൊന്നാനി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തണം എന്നൊരു കാര്യം, ഒരു പ്ലാൻ ഞാൻ മുമ്പോട്ട് വെക്കുന്നു. അതിന് ആഗോള പ്രശസ്തരായ സാഹിത്യ സാംസ്കാരിക നായകരും പത്രപ്രവർത്തകരും സെലിബ്രിറ്റികളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഉത്സവ പ്രതീതിയിൽ അങ്ങനെ ഒരു പൊന്നാനി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നടത്തുന്നതോടുകൂടി പൊന്നാനിയുടെ ഈ സാഹിത്യ സാംസ്കാരിക പാരമ്പര്യം അത് തഴച്ചു വളരുകയും പുതിയ തലമുറക്കൊക്കെ വലിയ പ്രചോദനമേകാൻ പറ്റുന്ന തരത്തിലുള്ള ഇടങ്ങളുണ്ടാവുകയും ചെയ്യും എന്ന് നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാം. നമ്മൾ അത്തരം കാര്യങ്ങളും നടത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇത്തരം കാര്യങ്ങളാണ്. ഇനി വിസ്താര ഭയം കൊണ്ട് ഞാൻ ഇനി എല്ലാ സ്ഥലത്തേക്കും പോകുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാം. താങ്കളുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ടാലന്റ് ഹണ്ടിലൂടെ താങ്കൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് വരും. പിന്നീട് അതിവേഗമാണ് താങ്കളുടെ വളർച്ച. താങ്കൾ ABCC അംഗമാകുന്നു, പിന്നീട് സെക്രട്ടറി ആകുന്നു, ജനറൽ സെക്രട്ടറി ആകുന്നു, ഏറ്റവും ഒടുവിൽ നിയമസഭാ സീറ്റും താങ്കൾക്ക് ലഭിക്കുന്നു. എന്താണ് ഈ അതിവേഗത്തിലുള്ള കോൺഗ്രസിലെ വളർച്ചയുടെ?
ഞാനങ്ങനെ അതിവേഗത്തിൽ വളർന്നു എന്ന് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അതായത് ഞാൻ തിരൂർ പോളിടെക്നിക് KSU യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു 96, 97, 98 കാലഘട്ടങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് എൻ്റെ ആ കാലഘട്ടത്തിൽ ഒരു KSUവിൻ്റെ ഒരു പുനഃസംഘടന നടക്കാത്തൊരു നീണ്ട കാലമായിരുന്നു. 2002 പിന്നെ ഒരു KSU സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണുനാഥ് വരുന്നത്. 91 പുനഃസംഘടന നടന്നിട്ട് പിന്നെ 2002. അപ്പം ഞാൻ ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ KSUവിൻ്റെ മുന്നണി പോരാളികളായി ജില്ലാതലത്തിലൊക്കെയുള്ള കോർഡിനേഷനൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോയിരുന്ന ആളുകളാണ്. പിന്നെ ഞാൻ എല്ലാ കാലത്തും ഗ്രൂപ്പുകാരനായിരുന്നു. ഞാൻ ലീഡറുടെ വലിയ ഫോളോവറായിരുന്നു. ലീഡർ DIC രൂപീകരിച്ചപ്പോൾ ഞാൻ DIC യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ട്രഷററായിരുന്നു. ഇപ്പോൾ മന്ത്രി അനൂപ് ജേക്കബ്, ഈ മത്സരിക്കുന്ന ബിന്ദുകൃഷ്ണ, പ്രവീൺ കുമാർ, ഇബ്രാഹിം കുട്ടി കല്ലാർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹപ്രവർത്തകരായിരുന്നു ആ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ആയിട്ടാണ് ആദ്യമായിട്ട് അവരോധിതനായത്. അത് കഴിഞ്ഞ് 2009 ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയായി. 2010 ഞാൻ എൻ്റെ നാട്ടിലെ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. അത് കഴിഞ്ഞ് 2009 യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയതിനു ശേഷം ഞാൻ DCC ജനറൽ സെക്രട്ടറി ആവുന്നത് 2015. പിന്നീട് 2018 ഒരു മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ KPCC മെമ്പർമാർ വന്നപ്പോൾ ഞാൻ എൻ്റെ ബ്ലോക്കിൽ നിന്നുള്ള KPC മെമ്പറായി. അത് കഴിഞ്ഞ് 2021 ഞാൻ KPC സെക്രട്ടറി ആയി. 2025 അവസാനം ഞാൻ KPC ജനറൽ സെക്രട്ടറി ആയി. ഇതൊക്കെ ഇതിനൊരു വേഗത എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും ഇപ്പം എനിക്ക് 48 വയസ്സായി. അപ്പോൾ നമ്മളിതൊക്കെ ഈ സമയത്ത് ആയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ ആവാനാ? പിന്നെ വേറൊരു കാര്യത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെൻ്റെ പേഴ്സണൽ പൊളിറ്റിക്സ് ചോദിച്ചുകൊണ്ട് പറയണം. ഞാൻ ഈ പറയപ്പെട്ട ഒരു പദവിയായതും കേരളത്തിൽ രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ 2 ഗ്രൂപ്പ് ആ കാലത്തായിരുന്നു, അവരവരും എഴുതി കൊടുത്തിട്ടായതല്ല. ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രൂപ്പിലും ഞാൻ ലക്ഷ്യമായിരുന്നില്ല. ഞാൻ ഗ്രൂപ്പില്ലാതെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചും ആശയപരമായ ഒരു തലം സൃഷ്ടിച്ചും അതത് സമയത്ത് സാധ്യതകളെ രാഷ്ട്രീയമായി സമീപിച്ചുമൊക്കെയാണ് ഞാൻ വളർന്നു മുന്നോട്ട് വന്നത്. ഒരു തരത്തിലുള്ള ഗ്രൂപ്പ് മാനേജർമാരുടെയും കരപരിലാളനകൾ ഉടനീളം എനിക്കുണ്ടായിട്ടില്ല. ഞാനൊരു ആരാധനാപൂർവ്വം സമീപിച്ച ഒറ്റ നേതാവേ കേരളത്തിലുള്ളൂ, അത് K കരുണാകരനാണ്. അദ്ദേഹം മരണപ്പെട്ടത് പോയതോടുകൂടി അതും കഴിഞ്ഞു. പിന്നെ MI ഷാനവാസുമായിട്ട് എനിക്ക് കുറ്റബന്ധം ഉണ്ടായിരുന്നു. VD സതീശനുമായിട്ട് നമുക്കൊരു വേവ് ലെങ്ത് ഉണ്ട്. അങ്ങനെ ഇതിനകത്ത് പോകുന്നു. ഈ ബന്ധങ്ങളൊക്കെ നമ്മളെ അടുത്ത വളർച്ചയ്ക്ക് വളരെ സഹായകമായി. ഇത് അങ്ങനെ ഒരു ഈ നിങ്ങൾ പറയും ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, അസാധാരണ വളർച്ച. അങ്ങനെ എവിടെയില്ല. ഞാൻ ഈ കട്ടയിൽ കിടന്ന് കതിര് മുളച്ചതാണ്. ഞാൻ ഈ ഡിസ്റ്റിങ്ഷനോടുകൂടി SLC പാസ്സായതാണ് 93 മാർച്ചിൽ. അതിനെ തുടർന്ന് ഞാൻ ഈ നീലക്കൊടിയും പിടിച്ച് യൂത്ത് കോൺഗ്രസുമായിട്ട് എൻ്റെ ജീവിതമുടനീളം ഈ രൂപത്തിൽ മുഴുകിപ്പോയതാണ്. ഞാൻ അക്കാദമികമായിട്ടൊക്കെ എനിക്ക് പല സ്ഥലത്തൊക്കെ എത്താമായിരുന്നു. എൻ്റെ അത്രയും പശ്ചാത്തലമില്ലാത്ത ആളുകളൊക്കെ പലതുമായിട്ടുണ്ട് അക്കാദമികമായിട്ട്, കരിയർ വൈസും. നമ്മളിതിനകത്ത് അങ്ങ് യുദ്ധം ചെയ്ത് മുഴുകിയ, അടി കിട്ടിയും തലപൊട്ടിയും റിമാൻഡിൽ കിടന്നും അങ്ങനെ പിന്നെ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയും മനോരമ മാതൃഭൂമി വിരിച്ച് ചെരുപ്പ് തലേണയായി വെച്ച് കിടന്നുറങ്ങിയും അങ്ങനെ വലിയ പിന്നെ ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തും അങ്ങനെ ഒരു വലിയ ലക്ഷ്യബോധം കൊണ്ട് വലിയ കഷ്ടപ്പാടുകൾ സഹിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി വന്നു തന്നെയാണ്. ഇതിനകത്ത് പെട്ടെന്ന് കിട്ടാൻ ഇതിനകത്ത് ഞാനിവിടെ പൊടുന്നനെ ഒന്നും ആയ ആളല്ല. ഞാൻ ഓരോ സമയത്ത് പാർട്ടി പുനഃസംഘടനകളിൽ നമ്മൾ ആയി വരുന്നു എന്നുള്ളത് അതൊക്കെ എൻ്റെ ഒരു പ്രായത്തിന് ആനുപാതികമായിട്ടാണ്. അതുപോലെ ഞാൻ യൂത്ത് കോൺഗ്രസ് എൻ്റെ കൂടെ ഭാരവാഹികളായ ആളുകളൊക്കെ 2011 തന്നെ MLA-മാരായ എത്രയോ പേരുണ്ട്, ശേഷം വന്ന് എത്രയോ പേരുണ്ട്. അപ്പം അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഒരു പരാധീനതയൊന്നും ഇവിടെ പറയാറില്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലും താങ്കൾ 2 വർഷം മുമ്പേ പൊന്നാനിയിൽ എത്തിയിട്ടുണ്ട്. എന്തിന്റെ ഉറപ്പിലായിരുന്നു 2 വർഷം മുമ്പേ അരീക്കോടുകാരനായ താങ്കൾ പൊന്നാനിയിൽ വന്ന് പ്രവർത്തനം? നിങ്ങൾ അരീക്കോടുകാരനായ ഞാൻ പൊന്നാനിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഇത് മലപ്പുറം ജില്ലയാണല്ലോ ഈ അരീക്കോടും പൊന്നാനിയൊക്കെ ഉള്ളത്. പിന്നെ പൊന്നാനി എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണക്കാരനായ ശ്രീരാമകൃഷ്ണൻ വന്നപ്പോൾ എരമംഗലത്തെ പ്രമാണിയായ PT അജയമോഹനെ 2 തവണ തോൽപ്പിച്ച് പെരിന്തൽമണ്ണക്കാരനെ പുണർന്ന അല്ല പൊന്നാനിക്കാർക്ക് ഈ നിങ്ങൾ ഈ ലോക്കൽ ഇഷ്യൂ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് പൊന്നാനിയിൽ ചിലവാകില്ല എന്ന് പറഞ്ഞത്. അതുപോലെ
MP എങ്ങാനും വരുന്നത് സത്യം പറഞ്ഞാൽ MP എങ്ങാനും നാട് രാമനാട്ടുകരയാണ്, മഞ്ചേരി അദ്ദേഹം പ്രാക്ടീസിന് വന്നതാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ പുഴക്കാട്ടിരിയാണ്, അയാൾ ഇവിടെ വന്ന് മത്സരിച്ചു. അപ്പോൾ അത് തോൽക്കുന്നത് ഇമ്പിച്ചി ബാബ എന്ന ഇതിഹാസ നായകനെയൊക്കെ തോൽപ്പിക്കുന്നത്, കെ ശ്രീധരനെ തോൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അത് പൊന്നാനി താങ്കൾ 2 വർഷം മുമ്പ് എങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല, ഞാൻ ഇത് 2 ആംഗിളുകൊണ്ട് 1 ആംഗിൾ കഴിഞ്ഞിട്ട് അടുത്തിലേക്ക് വരാമെന്നുള്ളതൊക്കെയാണ് ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നത് ലീഡർഷിപ്പ് ഈസ് ആൻ ആക്ഷൻ, ദാറ്റ് ഈസ് നോട്ട് എ പൊസിഷൻ എന്നാണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളിവിടെ വരാൻ കാരണം ഇവിടെ നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ചുമതല കിട്ടിയതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർക്ക് പല ഇടങ്ങളിലും ചുമതല കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ചുമതല യഥാവിധി നിർവഹിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പൊന്നാനി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം UDF പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ നേരിടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഈ കഴിഞ്ഞ ഇത്ര വലിയ വേലിയേറ്റം UDFന് അനുകൂലമായിട്ട് ഉണ്ടായിട്ട് വരെ 4000+ ആണല്ലോ LDFന് ഇവിടെ ലീഡ്. അപ്പം അങ്ങനൊരു ഇടത്ത് ചിലത് ചെയ്യാനുണ്ട് എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാനതങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. ആരെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ഇപ്പോൾ ഇത്. ഈ താങ്കൾക്ക് എതിരെ ഇപ്പോൾ CPMന്റെ മറുഭാഗത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, താങ്കൾ സാമ്പത്തികമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു, വലിയ സമ്പത്ത് പണമിറക്കി പ്രചരണം. അതിന് ഉദാഹരണമായി പറയുന്നത് താങ്കൾ ഈ 2 വർഷം മുമ്പ് വന്നിട്ട് ഇവിടെ വ്യാപകമായി ഫണ്ട് ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം. താങ്കൾ ചെയ്തെന്ന് പറയുന്ന കണ്ടൂർങ്കാവ് ക്ഷേത്രം ആളുകൾ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ചെലവഴിച്ച ഫണ്ടിന്റെ പേരിലാണ് എന്നാരും പറഞ്ഞു. കണ്ടൂർങ്കാവ് ക്ഷേത്രം കമ്മിറ്റിക്ക് നിങ്ങൾ എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിമർശിക്കാമല്ലോ, അതിനെന്താ തെറ്റ്? വിമർശനത്തിന്റെ ഭാഗമായിട്ട് കണ്ടൂർങ്കാവ് ക്ഷേത്രം അധികൃതരെ കൂടി നിങ്ങൾ പിന്നെ ചെറുതാക്കി ചിത്രീകരിക്കരുത്. അവരെന്റെ ഫണ്ട് കണ്ടത് നിങ്ങൾ അവരെ ചെറുതാക്കരുത്, നിങ്ങൾക്ക് എന്നെ ചെറുതാക്കാം. ഞാൻ രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ താങ്കളുടെ പരിവേഷത്തിനും താങ്കളുടെ മാധ്യമ സ്ഥാപനത്തിനൊക്കെ അത് പിന്നെ മോശമാണ്. കാരണം നിങ്ങൾ കണ്ടൂർങ്കാവ് ക്ഷേത്ര അധികൃതര് എന്തോ മോശക്കാരാണെന്ന് മറ്റുള്ള ചിത്രീകരിക്കരുത്. അതിന്റെ അർത്ഥം നിങ്ങൾ താങ്കൾ പറഞ്ഞു ഇവിടെ ഈ ഇടത്താവളം 2ാമത് തവണ കണ്ടൂർങ്കാവ് ക്ഷേത്ര കമ്മിറ്റി താങ്കളെ വിളിച്ചതാണ്. ഒരു KP നൗഷാദലിയായ എന്നെ അവർ വിളിച്ചു എന്നാണ് താങ്കളോട് പറഞ്ഞത്. അല്ലല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല അതിന്റെ ആംഗിൾ. അത് എനിക്ക് കിട്ടിയൊരു ബഹുമതിയാണെന്ന് ഞാൻ പറഞ്ഞത്. അതിനെന്താ വിളിച്ചിരുന്നത് തെറ്റ്? നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കാന്നല്ലാതെ എനിക്കതൊരു അഭിമാനമുള്ളത്. ചോദ്യം ഇതാണ്, ഈ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പണവും പാർട്ടിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എന്ന് ഒരു ഘട്ടത്തിൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വണ്ടിക്കൂലിയും എൻ്റെ ഭക്ഷണവും എൻ്റെ യാത്രകളൊക്കെ ഞാൻ അങ്ങനെ പരാശ്രയമില്ലാതെ നിർവഹിച്ചു പോകുന്നു എന്നുള്ളതാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വലിയ പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അവൻ ദരിദ്രവാസി ആവണം, അവന് ഫ്ലക്സ് അടിക്കാൻ പൈസ ഉണ്ടാവരുത്, അവന് പോസ്റ്റർ അടിക്കാൻ പൈസ ഉണ്ടാവരുത്, അവൻ ആളുകളെ സംഘടിപ്പിക്കാനൊക്കെ ഇത് കിട്ടാതെ പ്രയാസപ്പെടണം. ഇങ്ങനെ പലതരത്തിലുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും അവർക്കുള്ളത്. ഞാനിവിടെ പണം മുടക്കിയിട്ട് ഞാനിവിടെ പാർട്ടി ഓഫീസ് പണിയുകയോ ഞാൻ വലിയ കെട്ടിടം മേടിക്കുകയോ ഞാൻ സ്ഥലം മേടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാനിവിടെ ചില പദ്ധതികളും പരിപാടികളൊക്കെ ചെയ്യുന്നു. അത് പരാശ്രയമില്ലാതെ നടത്താനുള്ള എൻ്റെ ചില സോഷ്യൽ കോണ്ടാക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നു എന്നതിൽ കവിഞ്ഞ് എന്ത് പണാധിപത്യവും പണത്തിൻ്റെ അതിപ്രസരമാണ് നിങ്ങൾ കണ്ടത്. ഒരു പോയിന്റ് പറഞ്ഞാൽ ഞാൻ ഓരോന്നായിട്ട് വിശദീകരിച്ചത്. ഇപ്പോൾ കണ്ടൂർങ്കാവിൽ ഇങ്ങനൊരു അയ്യപ്പ ഭക്ത ഇടത്താവളം നടത്തുന്നു. ഇത് ജനം മുഴുവൻ കൂടിയാണ് നടത്തിയത്. അതിന് സ്പോൺസർമാർ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്നു. അതിവിടുത്തെ എല്ലാ സെക്ഷൻ ഓഫ് സൊസൈറ്റിയും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു. നമ്മളിതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, നമ്മളതിനൊന്ന് ഇറങ്ങി പുറപ്പെടുന്നു എന്നൊരു പണിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു സംഘാടനമൊക്കെ പ്രാഥമികമായി നിർവഹിച്ചെന്ന് റെയിലിൽ കയറ്റിയ ഇവിടെ ഏത് കാര്യവും സ്വയം ഓടും. പൊന്നാനിക്ക് അങ്ങനെ ഒരു വലിപ്പവും മഹത്വവും ഉണ്ട്. അത് പലരും അറിയാതെ പോയതിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാനത് തിരിച്ചറിഞ്ഞത് റെയിലിൽ കയറ്റുന്ന പണിയെടുക്കുമ്പോൾ അത് പണാധിപത്യം എന്ന് പറയുമ്പോൾ അത് ഞാനത് മനസ്സിലാക്കുന്നു. അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. അത് അങ്ങനെയൊക്കെ തൃപ്തി അടയാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. അത് അവർ ചെയ്തോട്ടേ എന്നുള്ളൂ. അതൊന്നും ജനങ്ങളുടെ ദേശീയമില്ല. താങ്കളുടെ നേതൃത്വത്തിലല്ലേ MP ഗംഗാധരൻ ഫൗണ്ടേഷന്റെ പേരിൽ ഈ പകുതി വില വാഹനം ഓടിയത്? ഇതിന്റെ ഫണ്ട് സോഴ്സ് എങ്ങനെയായിരുന്നു?
ഇവിടെ ഈ ഞാൻ അത് ഈ വർഷം മാത്രമല്ല ചെയ്തത്, അതിൻ്റെ കഴിഞ്ഞ വർഷവും ഞാൻ ചെയ്തിരുന്നു. ഞാൻ 87 ഓല വീടുകൾ ഞാൻ കെട്ടിമേഞ്ഞ് കൊടുത്തിരുന്നു. അതുപോലെ തയ്യൽ മെഷീൻ ഞാൻ എന്ന് വെച്ചാൽ ഈ റിലീഫിൻ്റെ ഭാഗമായിട്ട് ഞാനാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ അവിടെ പലതും ഇവിടെ റിലീഫുകൾ ചെയ്യുന്നുണ്ട്. എനിക്കിത് വിളിച്ചു പറയാൻ താല്പര്യമായിട്ട് പറയല്ല, അങ്ങനൊരു ചോദ്യത്തിന് ക്ലാരിഫിക്കേഷൻ എന്നുള്ളതായിട്ട് പറയാണ്. ഇത് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ കുറേ സഹപ്രവർത്തകർ, അവരൊക്കെ ഡെപ്പോസിറ്റുകൾക്ക് പലിശ ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. അവർ പലിശയായിട്ട് ബാങ്ക് നൽകുന്ന പണം എനിക്ക് തരാറുണ്ട്. അതുപോലെ തന്നെ ഗൾഫിലും പ്രവാസത്തിലൊക്കെയുള്ള പല വ്യവസായ സുഹൃത്തുക്കളൊക്കെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ ഒറ്റ കാര്യം പറയും, ഇവിടെ KM ട്രേഡേഴ്സ് ഉണ്ട് ഇവിടെ മാറഞ്ചേരിയിൽ. അതുപോലെ ഇവിടെ ബെൻസി നാസർ ബോസ് ഉണ്ട്. ഇവരുടെയൊക്കെ കിറ്റുകളും ഇവരുടെയൊക്കെ റിലീഫുകളും എത്രയോ കൗൺസിലർമാരും എത്രയോ പൊതുപ്രവർത്തകരൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഞാൻ ഇവരെയൊന്നും ബുദ്ധിമുട്ടിച്ച് ഇവിടുത്തെ പ്രാദേശിക കൗൺസിലർമാർക്കും നേതാക്കൾക്കും ഒരു തടസ്സം വേണ്ടെന്ന് നിലക്ക് ഞാൻ ഈ പുറത്തുനിന്നുള്ള പല സുഹൃത്തുക്കളുടെയും ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിച്ച് അത് മാത്രം നിങ്ങൾക്ക് എന്നെ മാതൃകയാക്കി അതൊക്കെ ചെയ്യാം. അതല്ലാതെ നിങ്ങൾ എന്നോട് അതിന് ഫൈറ്റ് ചെയ്യാനല്ല വരേണ്ടത്. ഈ പൊന്നാനിയിലെ രാഷ്ട്രീയ രംഗത്ത് നൗഷാദ് അലി കൃത്യമായിട്ട് അടയാളപ്പെട്ടത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ്. നഗരസഭയിലും സമീപ പഞ്ചായത്ത് മണ്ഡലത്തിലെ സമീപ പഞ്ചായത്തുകളിലും താങ്കൾ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു, നല്ലൊരു റിസൾട്ട് UDF ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കുന്നതിന്റെ പിന്നിലും ഈ പറയുന്ന ഒരു സാമ്പത്തിക സ്രോതസ് വലിയ ഘടകമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അത് ശരിയാണോ? എനിക്കറിയില്ല അത്. കാരണം ഒരാള് നന്നായിട്ട് ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറെ ഔചിത്യവും യുക്തിയും സന്ദർഭോചിതമായ ഇടപെടലൊക്കെ കൂടി ചേർന്നാണ്. അപ്പം അതിനകത്ത് ഇവിടെ പല ഘടകങ്ങളൊക്കെ ഓർത്തിണക്കിയാൽ അതൊക്കെ കൃത്യമാകും പൊളിറ്റിക്സ്. അതിനെ നേരിടാൻ വേണ്ടി നിങ്ങൾ പൊളിറ്റിക്സ് പറയുകയോ ഞാൻ ചെയ്ത മാർഗങ്ങൾ ബ്ലോക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാണ് അതിൻ്റെ വഴി. അതല്ലാതെ അതിന് നിങ്ങൾ പണം എന്ന് പറയുമ്പോൾ എന്ത് പണമാണ്, ആർക്കെവിടെ പണം, ഏത് പണം കിട്ടിയിട്ട് പണം കൊടുത്തിട്ട് ഒരു 500 രൂപ വീതം കൊടുത്തിട്ട് വോട്ട് വാങ്ങിയ ഏതെങ്കിലും സ്ഥലം, 100 രൂപ കൊടുത്തിട്ട് വോട്ട് വാങ്ങിയ ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാൻ പറ്റും. പണം രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പില് ആരോപണം പലതും പറയും. ഏതായാലും പണം കൊടുത്തെന്നാണല്ലോ പറഞ്ഞത്, ഞാൻ വേറൊന്നും കൊടുത്തെന്ന് പറഞ്ഞില്ലല്ലോ. അത് വലിയ ഉപകാരം. ഒരു ചോദ്യമുണ്ട്. ഈ പൊന്നാനി ഒരു കപ്പൽ നിർമ്മാണശാല വരുന്നുണ്ട്, ഇതിനെതിരെ താങ്കൾ വ്യാപകമായി പറഞ്ഞുള്ള കാര്യം ഇത് അദാനിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ല അദാനിക്ക് വേണ്ടി ചെയ്യുന്നത് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ അത് പറയാൻ കാരണം? അത് താങ്കളത് മുഴുവൻ കേൾക്കാത്തതുകൊണ്ടാണ്. ഞാൻ അദാനിയുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ അദാനിയുടെ ആഴക്കടൽ മണൽ ഖനനത്തിനുള്ള അവരുണ്ടാക്കിയൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ കേരളത്തിൽ 18 ബ്ലോക്കുകളുണ്ട്. ആ 18 ബ്ലോക്കുകളിൽ പെട്ട ഒന്നാണ് പൊന്നാനി എന്നൊരു റൂമർ എന്നേ അതിനെ പറയാൻ പറ്റുള്ളൂ. എവിടെയും ഞാനതിൻ്റെ ആധികാരിക രേഖ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രോജക്റ്റും പദ്ധതിയും വന്നതായിട്ട് ഞാൻ വ്യത്യസ്ത വീക്കിലികളിലും പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതിലൊന്ന് പൊന്നാനിയാണ്. പക്ഷേ അത് ഫയലിൽ വിശ്രമിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ ആ വായനയിൽ നിന്ന് കിട്ടിയ അറിവ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനെ പലതിനോടും കൂട്ടി വായിക്കുന്നുണ്ട്. കാരണം ഈ പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ ഇത്ര കാലമായിട്ട് കടൽ ഭിത്തി നിർമ്മിക്കാൻ ഒരു കരിങ്കല്ല് പോലും കൊണ്ടുപോയിടാത്തതും, ഇവിടുത്തെ ആളുകൾക്ക് പട്ടയം കൊടുക്കാത്തതും, ഉള്ള പട്ടയത്തിന് ലോണ് ബാങ്കുകൾ കൊടുക്കാൻ തയ്യാറാകാത്തതും, ഇവിടെ പുനർഗേഹമാവട്ടെ എന്തോ ആവട്ടെ എല്ലാം ഒരു ആളുകളെ ദ്രോഹിക്കാൻ പാകത്തിലുള്ളൊരു പ്രോജക്റ്റായി മാറുന്നതൊക്കെ ഇവരൊക്കെ ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ളൊരു ഗൂഢപദ്ധതിയാണോ എന്ന് സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു യുക്തി വെച്ച് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അല്ല, പുനർഗേഹം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ സ്യൂവേജ് ലൈനും അതിൻ്റെ വാട്ടർ സപ്ലൈ ലൈനും അതിൻ്റെ മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് പൊട്ടിയൊലിച്ചൊഴുകുകയാണ്. അവിടെയൊക്കെ ദുർഗന്ധമാണ്, ഈച്ച വരുന്നു, സാംക്രമിക രോഗങ്ങൾ വരുന്നു, അതിന് നമ്പർ കിട്ടിയില്ല. ഇതൊക്കെ സർക്കാരിന്റെ തുടങ്ങിയ ശേഷം മാത്രമാണോ ഈ പുനർഗ്രഹത്തിന് പരാതി വന്നത്? താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് ഇത്ര സമയത്തുണ്ടായിരുന്നു? സ്നേഹിത, ഇതൊക്കെ പുനർഗേഹത്തിനെതിരെ പരാതി ഇല്ല എന്നാണ് താങ്കളുടെ വിചാരമെങ്കിൽ അതെല്ലാം ഭംഗിയാണ്. അതിന് നമ്പർ കിട്ടിയില്ല എന്നുള്ളതൊക്കെ തെറ്റാണ് എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്. താങ്കൾ അങ്ങനെ വിചാരിച്ചോ? ഞാനങ്ങനെ താങ്കളുമായിട്ട് അങ്ങനെയുള്ള ഉറക്കം നടിക്കുന്നവരെ നമുക്ക് വിളിച്ചു നടത്താൻ കഴിയില്ല. ഉറങ്ങുന്ന
ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ചു കൊടുക്കാം. പൊന്നാനി ഒരു കപ്പൽ പൊന്നാനി തുറമുഖം പ്രായോഗികമാകണം എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? എനിക്ക് പൊന്നാനിയിൽ തുറമുഖം വികസിക്കണമെന്ന അഭിപ്രായമുണ്ട്. പൊന്നാനിയിൽ അത്തരം പദ്ധതികൾ വരണമെന്ന അഭിപ്രായമുണ്ട്. പക്ഷേ ആ പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താവ് അവിടെ താമസിക്കുന്ന തീരദേശക്കാരനായിരിക്കണം. അവൻ്റെ പിന്നെ ജീവസന്ധാരണ മാർഗങ്ങളും അവൻ്റെ കുടിലും ഞാനൊന്നും നിങ്ങൾ അസഹിഷ്ണുവാവല്ലേ. നമുക്ക് ഞാൻ വളരെ ശാന്തനായിട്ടാണ് പറയുന്നത്. നമ്മൾ ശാന്തമായിട്ട് പറയാമല്ലോ. ഇതൊക്കെ തൂത്തെറിഞ്ഞുകൊണ്ട് ഒരു പദ്ധതി, ഞാൻ കപ്പൽ നിർമ്മാണശാല എന്നുള്ള വിഷയമല്ല പറയുന്നത്, ഒരു പദ്ധതികളും വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടുത്തെ ആളുകളെ വിശ്വാസത്തിലെടുത്ത് അവിടുത്തെ ആളുകൾക്ക് വേണ്ട പാക്കേജ് ഉണ്ടായി അവിടുത്തെ ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം, അത് തീരദേശമായാലും ശരി മറ്റ് പ്രദേശങ്ങളായാലും ശരി, ഏത് പദ്ധതിയും വരേണ്ടതെന്നാണ് എനിക്ക് പദ്ധതികളെ കുറിച്ചുള്ള അതൊരു ഗാന്ധിയൻ ഫിലോസഫിയാണ്. അത് എൻ്റെ ഒരു വിശ്വാസം അതാണ്. അപ്പോൾ അവിടെ കപ്പൽ നിർമ്മാണ പദ്ധതി വരുന്നുണ്ടെങ്കിൽ അതിന് ഫീസിബിലിറ്റി സ്റ്റഡി വേണം, അതിനൊരു DPR വേണം, അതിനൊരു വയബിലിറ്റി സ്റ്റഡി വേണം, അതിൻ്റെ എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡി വേണം, അത് അവിടുത്തുകാരെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠനം വേണം, അവർക്ക് കോമ്പൻസേഷൻ വേണം, അവർക്ക് അതിനകത്ത് തൊഴിലോ എന്താണ് അതിനൊരു ധാരണ അതൊക്കെ രൂപപ്പെടണം. അത്തരം കാര്യങ്ങളൊക്കെ വരണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ പദ്ധതികളെ ആരും ഇവിടെ എതിർക്കുന്നില്ല. പിന്നെ ആ പദ്ധതിയുടെ വലിയൊരു വിശേഷം എന്ന് വെച്ചാൽ ട്രാവൻകൂർ അങ്ങനെ ഒരു പേരിലാണ് പിന്നെ ഒരു ഹൈദരാബാദ് കമ്പനി അത് എടുത്തതെന്ന് കേൾക്കുന്നു. നമ്മളതൊക്കെ പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കോഴിപ്പീടിയൻ്റെ ഒരു ഷട്ടർ പോലും ഇതിനേക്കാളും ഭംഗിയുണ്ടാവും. അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയൊക്കെ പല സംശയങ്ങൾ സ്വാഭാവികമായിട്ട് എനിക്ക് നല്ല എല്ലാവർക്കും ഉണ്ട്. അതിനൊക്കെ ഒരു ദൂരീകരണം വേണം എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഈ വിദ്യാഭ്യാസപരമായിട്ട് താങ്കൾ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് പൊന്നാനിക്ക് വിദ്യാഭ്യാസപരമായിട്ട്? അല്ല, പൊന്നാനിയിൽ ഒരു സർക്കാർ തലത്തിൽ ഒരു കോളേജ് വേണം. പൊന്നാനിയിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സർക്കാരിൻ്റെ ഒരു കോളേജ് ഉണ്ട്. ഈ പൊന്നാനിയിൽ ഞാൻ എത്ര തിരഞ്ഞിട്ടും അത് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഫിഷറീസ് വകുപ്പിന് അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവിടെ ഒരു ESI ഹോസ്പിറ്റൽ കൊണ്ടുവരാമല്ലോ വേണമെങ്കിൽ സർക്കാരിന്, അല്ലെങ്കിൽ ഒരു ഫിഷറീസിൻ്റെ ഒരു പോളിടെക്നിക്കോ കോളേജോ അങ്ങനെ പലതും കൊണ്ടുവരാമല്ലോ. പിന്നെ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകൾ ഈ പൊന്നാനിയിലുണ്ട്. അതിൻ്റെ ഒരു സംസ്കരണം, അതിൻ്റെ കയറ്റുമതി, വിപണനം, അത് വല ഉൾപ്പെടെ അതിൻ്റെ അനുബന്ധ സാമഗ്രികളുമായി ബന്ധപ്പെട്ട് വേറെ വ്യവസായങ്ങൾ, ഇതൊക്കെ ഈ ഫിഷർമാനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് അതൊരു സംരംഭമാക്കി സർക്കാർ സഹായത്തോടെ വികസിപ്പിച്ചാൽ അതിൻ്റെയൊക്കെ ഗുണം ഇവിടെ തന്നെ കേന്ദ്രീകരിക്കും. ഇവിടെ ഈ പൊന്നാനിയിലെ മീൻ കൊണ്ട് സമ്പന്നരാകുന്നത് പല നാടുകളിലുള്ള പിന്നെ വ്യവസായികളും കച്ചവടക്കാരും ഒക്കെയാണ്. അത് പൊന്നാനിക്ക് തന്നെ പ്രയോജനപ്പെടുത്താവുന്ന പല പദ്ധതികളും നമുക്ക് കൊണ്ടുവരാം. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം, ഇതുമായൊക്കെ ബന്ധപ്പെട്ട അനുബന്ധ കോഴ്സുകളുള്ള പുതിയ കാലഘട്ടത്തിലെ പല ക്യാമ്പസുകളും ഫിഷറീസിൻ്റെ അവിടെ സ്ഥാപിക്കാം. അത്തരത്തിൽ നമ്മളൊരു അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ച് നമുക്കതൊക്കെ കൊണ്ടുപോവുകയും മുന്നോട്ട് വരുത്തുകയൊക്കെ വേണമെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും സിക്കായ ഭാഗത്തിന് നമ്മളൊരു പരിചരണം കൊടുക്കണമല്ലോ. അത്രേ ഉള്ളൂ. ഈ കോൾ മേഖലയിലെ ജലപാത എന്ന് പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ദേശീയ ജലപാത എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു പ്രാധാന്യം അല്ല, ഞാനൊരു പൊന്നാനി കേന്ദ്രീകൃതമായ ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മളതൊരു സംസ്ഥാന ജലപാത, അതായത് സംസ്ഥാന ജലപാത, അത് കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ വരണമെന്ന് അത്യന്തം അതിയായി ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഇതൊരു സമാന്തര പാതയായിരിക്കും. അത്തരം പാത വന്നാൽ ഇതിപ്പോൾ റെയിൽവേ ലൈനുകൾ പലതും ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഉദകമണ്ഡലം മേട്ടുപ്പാളയം ലൈൻ അത് വേറെ തന്നെ മീറ്റർ ഗേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ്, ഇപ്പോൾ പിന്നെ കുട്ടനാടൊക്കെ അങ്ങനെ പല ജലപാതകളും ഉണ്ടല്ലോ. തീരദേശത്തെ ഒരുപാട് വികസന പദ്ധതികൾ പറയുമ്പോഴും പൊന്നാനിയുടെ ഒരു ചരിത്രപ്രധാനമായ ഒരു തുറമുഖ നഗരമാണല്ലോ പൊന്നാനി. തുറമുഖം താങ്കളുടെ ലിസ്റ്റിൽ ഒന്നും വന്നു കേട്ടില്ല പറഞ്ഞപ്പോഴൊന്നും. എന്തുകൊണ്ടാണ് തുറമുഖ വികസനം താങ്കൾ മാറ്റി നിർത്തുന്നത്? അല്ല, ഞാനത് പിന്നെ തുറമുഖ വികസനം മാറ്റി നിർത്തുകയോ ഞാനൊരു തുറമുഖ വിരോധിയോ ഒന്നുമല്ല. തുറമുഖം ഇവിടെ നിലവിലിപ്പോൾ ഒരു കപ്പൽ നിർമ്മാണ യാർഡ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അത്
മറ്റേ വയലാർ പാടിയ പോലെ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്ത തത്വശാസ്ത്രത്തെ ഒന്നും സ്നേഹിക്കാൻ നമുക്ക് താല്പര്യമില്ല. അത് തുറമുഖമായാലും ഇവിടെ സ്വർണത്തിൻ്റെ മല വന്ന് സ്ഥാപിക്കാമെന്ന് പറഞ്ഞാലും ജീവിക്കുന്ന മനുഷ്യൻ്റെ അവൻ്റെ അടിസ്ഥാനപരമായ വികാരങ്ങളും അവൻ്റെ ജീവസന്ധാരണ മാർഗങ്ങളും ജീവിതവും ഭദ്രമാക്കിയിട്ട് വികസനത്തിന് സാധ്യതയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നമ്മുടെ ലെഫ്റ്റിസ്റ്റ് സമീപനമാണത്. നമ്മളൊക്കെ നെഹ്റൂവിയനാണ്. ഇവിടുത്തെ CPM ഒക്കെ കോർപ്പറേറ്റ് പാർട്ടിയായി പോയാലും ലെഫ്റ്റിസ്റ്റുകളെ പ്രതിനിധീകരിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെ തുറമുഖ നഗരമായിരുന്നല്ലോ. അല്ല, തീർച്ചയായിട്ടും നമുക്ക് ഒരു തുറമുഖത്തിന്റെ സാധ്യതകളൊക്കെ നമുക്ക് ആരായാവുന്നതാണ്. നമുക്ക് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ ഒന്ന് നിലനിന്നിട്ട് മതിയല്ലോ. 1000 ഓലക്കുടിലുള്ളൊരു തീരദേശത്ത് അത് മാറ്റണോ തുറമുഖം വരണമെന്ന് ചോദിച്ചാൽ ഞാൻ അത് മാറ്റണം എന്നേ പറയുള്ളൂ. നമുക്ക് ചില പ്രയോറിറ്റീസ് ഉണ്ടല്ലോ. തുറമുഖം വന്നാൽ സ്വാഭാവികമായിട്ടും താങ്കൾ മാറ്റാതെ തന്നെ ഓലക്കുടിൽ മാറും. അല്ല, എനിക്കതിൽ ഉറപ്പില്ല. കാരണം പുതിയ കാലത്തെ ഈ അതിൻ്റെ അല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. ഈ പുതിയ കാലത്ത് ഈ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത തട്ടിക്കൂട്ട് കമ്പനികൾ പല പേരിലും രംഗപ്രവേശം ചെയ്ത് വരുന്ന വികസനങ്ങളെ കുറിച്ചൊക്കെ സംശയദൃഷ്ടിയോടുകൂടി തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളൊക്കെ ഇത് പറഞ്ഞല്ലോ, ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞു. ഈ പൊന്നാനിയിൽ ഈ പറഞ്ഞ പദ്ധതി വരുമ്പോൾ ഇവിടെയുള്ള ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അവർ വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളാണ്. അവർ അത്തരം രൂപത്തിൽ ഇതിനെ സമീപിച്ചാൽ വളരെ എളുപ്പമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അവരെ തീവ്രവാദികളാക്കാൻ എളുപ്പമാണ്, അവരെ ചാപ്പ കുത്താൻ എളുപ്പമാണ്, വലിയ ട്രോമ അവരുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കാനൊക്കെ എളുപ്പമാണ്. ഏതായാലും നമ്മൾ അത്തരം വഴിതിരിഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ അവരെയൊക്കെ നമ്മുടേതായ ഇടപെടലുകൾ കൊണ്ട് സമാധാനപരവും നിയമപരവുമായ മാർഗങ്ങളിലേക്ക് പോകാൻ അവരെയൊക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇതിലൊക്കെ ഏത് CPMലെ ഏത് സഖാവിന് ഇതിനെയൊക്കെ പിന്തുണക്കാൻ പറ്റും? കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന മാനവികതയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിനെ അനുകൂലിക്കാൻ പറ്റും? അല്ലല്ല, ഞാനൊരു കാര്യം പറഞ്ഞു. ഇവിടെ കപ്പൽ നിർമ്മാണശാല അവിടെ വന്നു നിങ്ങൾ കൂട്ടും. ഈ പറഞ്ഞ അജ്ഞാതമാണ് മുഴുവൻ വിവരങ്ങളും. ഇത് പരസ്യമായിട്ട് തീരദേശത്തെ ജനങ്ങളെയും ജനപ്രതിനിധികളെയും വിളിച്ചുകൂട്ടി ചർച്ച ചെയ്ത് ഇതിൻ്റെ ഫീസിബിലിറ്റിയും എൻവയോൺമെന്റൽ ഇമ്പാക്റ്റും ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ പാക്കേജും ഒക്കെ നിശ്ചയിക്കണം. ഇവിടെ ഒരു കപ്പൽ നിർമ്മാണ ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തറക്കല്ലിട്ട് പോയ ഒരു തുറമുഖ പദ്ധതി ഉണ്ട് ഈ നാട്ടില്. അതൊക്കെ അതല്ല, ഞാൻ നടക്കാതെ പോയതാണ്. അത് അങ്ങനെ നടക്കാതെ പോയ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇതിനെതിരല്ല. ഞാൻ ഈ പറഞ്ഞ ഞാനിതിനെതിരല്ല. ഈ കപ്പൽ നിർമ്മാണശാലയുടെ വരവുമായി ബന്ധപ്പെട്ട് താങ്കളാണ് സമരത്തിൽ ആരോപണമുണ്ട്. ഞാനങ്ങനെ കുമ്പിടിയൊന്നും അല്ല. ഒരേ സമയം ഒന്നിലധികം സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ കുമ്പിടിയോ ഔലിയോ ഒന്നും അല്ല. ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ നിങ്ങളുണ്ടെങ്കിൽ അത് കാണിച്ചാൽ ഞാൻ മറുപടി. നിങ്ങളിങ്ങനെ അപസർപ്പക കഥകൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണത്, ഞാനിതിനെതിരല്ല ജിവേഷ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ പറഞ്ഞു. അവിടെ ഇപ്പോൾ കപ്പൽ നിർമ്മാണശാല വരുന്നു, അതൊക്കെ നല്ല നിലക്ക് തന്നെയാണ് വരുന്നതെന്ന് കൂട്ടിക്കോ. അങ്ങനെ വരുമ്പോൾ അവിടെ അതിനൊരുപാട് ആഴം കൂട്ടേണ്ടി വരും. അത് അത്യന്തം സുരക്ഷാ മേഖലയാണ്. വലിയ വേലി കെട്ടിത്തിരിക്കേണ്ടി വരും. പിന്നെ അതുമായി ബന്ധപ്പെട്ട യാർഡിൻ്റെ നിർമ്മാണവും മറ്റ് മെഷീനറി ഇറക്ഷനും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് മലിനീകരണം, ഇതിൻ്റെ സ്ലറികൾ, ഈ കപ്പൽ ചാലിൻ്റെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങൾ, അതിൻ്റെ മറ്റ് സൈഡ് ഇമ്പാക്ട്സ്, ഇതൊക്കെ വരുമ്പോൾ ഞാൻ കണക്കൂട്ടുന്നൊരു മരക്കടവ് തൊട്ട് അഴീക്കൽ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് നിലവിലുള്ള ജീവിതം അത് വേറൊരു റൂട്ടിലേക്ക് അത് മാറും. അവർക്ക് നിലവിൽ ജീവിച്ചു പോകുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയില്ല. അവരുടെ വീടിനും അവരുടെ പരിസരത്തിനൊക്കെ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി അത് ബോധ്യപ്പെടുത്തി അതിലൊക്കെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ സാധ്യതകളൊക്കെ ഉറപ്പുവരുത്തി അങ്ങനെ ഒരു സുതാര്യമായിട്ടും മാന്യമായിട്ടും അവരെ സമീപിച്ച് ചെയ്യണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇത് അടിയന്തരാവസ്ഥ മോഡലിൽ പിന്നെ തൂക്കി എറിഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടത്തും.
ഈ മീൻ ചാപ്പുകൾ മാറ്റുന്നതിനാണല്ലോ താങ്കൾ ഇതിൽ പറഞ്ഞത്? ഞാൻ ഇവിടെ ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഫീസിബിലിറ്റി സ്റ്റഡി വേണം, ഇതിനകത്ത് റീഹാബിലിറ്റേഷൻ പാക്കേജ്. ഞാനിത് ഒരു സ്റ്റേറ്റ് ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും ആദ്യമായിട്ട് എനിക്ക് നിങ്ങളാരോട് ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ, എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ വന്നിട്ടില്ല. ഇപ്പോഴാണ് നിങ്ങളെ ചോദിക്കുന്നത്. ഞാൻ ഇത്രയും ഇതിൽ പറയുന്നുള്ളൂ. റീഹാബിലിറ്റേഷൻ പാക്കേജ് വേണം, ഫീസിബിലിറ്റി സ്റ്റഡി വേണം, എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡി വേണം, പിന്നെ ഇതിൻ്റെ DPRൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കണം. ഇതൊന്നും ഇല്ല. നമുക്കിതൊന്നും നമ്മുടെ നാട്ടിൽ വരുന്ന കാര്യം നമുക്കൊന്ന് പഠിക്കാമല്ലോ. നമ്മളിങ്ങനെ ബ്ലൈൻഡായിട്ട് ഇത് പറയുന്നതൊക്കെ അതേപടി വിഴുങ്ങണ്ടല്ലോ. ഇത് പഠിച്ചും വേണ്ട തിരുത്തലുകൾ വരുത്തിയും കൂടുതൽ പിന്നെ പബ്ലിക് ആക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇത് സർക്കാരിൻ്റെയും പിന്നെന്താ പറയുക പോളിസി അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരെ നമ്മളൊരു സമീപകാലം വരെ അങ്ങനെയൊക്കെ ആയിരുന്നു. അത്രയും ഇപ്പോൾ കേരളത്തിൽ ഇവിടെ പിന്നെ ഹൈവേ വികസനം വന്നപ്പോൾ ഇവിടെ വളരെ ഒരു 25,000 കോടി നീക്കി വെച്ച ആളുകൾക്കൊക്കെ മാന്യമായി കോമ്പൻസേഷൻ കൊടുത്തല്ലോ. അപ്പം അതുപോലെ ഇത് എല്ലാവരും തൃപ്തരാവണമെന്നേ നമുക്കുള്ളൂ. സർക്കാരിന്റെ പദ്ധതി വരട്ടെ, അവിടെ പൊതുജനങ്ങളുടെ സ്ഥലമൊന്നുമില്ലല്ലോ, സർക്കാരിന്റെ സ്ഥലമല്ലത്. അനധികൃതം എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ അനധികൃതം അങ്ങനെയാണ് നിങ്ങൾ ബുൾഡോസർ വായിക്കുന്നേ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അങ്ങനെ അനധികൃതമാണ് നിങ്ങൾ ബുൾഡോസർ വെച്ച് നടത്തുന്നത്. അതല്ല ഇവിടെ ഈ കടലും കടലായത് അങ്ങനെയാണെങ്കിൽ കടല് പിന്നെ ഇതിന്റെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇതിന്റെയൊക്കെ ആധാരം പട്ടയം ഒക്കെ എടുത്ത് ടെക്നിക്കലി സംസാരിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഏത് പോയിന്റിലാണ് നിങ്ങൾ എതിർക്കുന്നത്? ഇതിന് വരുന്ന ആളുകളെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് പാക്കേജ്. രാജ്യാന്തര തലത്തിൽ പൊന്നാനിയിൽ താങ്കൾ കാണുന്ന ഏറ്റവും വലിയൊരു നേട്ടം അല്ലെങ്കിൽ സാധ്യത എന്താണ്? ഏതാ പൊന്നാനിയിൽ കാണുന്ന ഏറ്റവും വലിയ സാധ്യത? രാജ്യാന്തര തലത്തിൽ പൊന്നാനി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു സങ്കുചിതമായ ലോകത്ത് പൊന്നാനി വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യപ്പെടേണ്ട സ്ഥലമാണ്. പൊന്നാനിയിൽ ഒരു കമ്മ്യൂണൽ ഹാർമണി എന്നത് അത് ഓരോ മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടാണ്. ഞാൻ അത്തരമൊരു വികാരമുള്ള ആളുകളെ ഞാൻ കേരളത്തിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. വികസന രംഗത്ത് എന്താണ്? ഏതാ വികസന രംഗത്ത് എന്താണ്? അല്ല, വികസന രംഗത്ത് സ്വാഭാവികമായിട്ടും പൊന്നാനിയെ സംബന്ധിച്ച് ഈ നിലവിലുള്ള വ്യവസായങ്ങളുടെ ഒരു ഹബ്ബാക്കി പൊന്നാനിയെ മാറ്റണം എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. കാരണം പൊന്നാനി കേരളത്തിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച കാച്ചിങ് ഉള്ള ഒരു തീരമാണ്. അവിടെ ആ മത്സ്യബന്ധനം, അനുബന്ധ വ്യവസായങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധുനികമായ കമ്പനികളും ടെക്നോളജികളും വരികയും അതിനെ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള ആളുകൾ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്നൊരു പൊന്നാനിയാണ് ഈ വികസന കാര്യത്തിൽ എൻ്റെ സ്വപ്നം. ഈ പൊന്നാനിയുടെ രാഷ്ട്രീയം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 തവണകളായി ഇടതുപക്ഷത്തിന്റെ മണ്ഡലമാണ്. ഇവിടെ നിന്ന് എന്ത് പ്രതീക്ഷയാണ് താങ്കൾക്ക്? ഏത് രീതിയിലാണ് താങ്കൾക്ക് അനുകൂലമായി വരും എന്ന് വിശ്വസിക്കുന്നത്? അതായത് എനിക്ക് പൊന്നാനിയുടെ ജനത്തിൻ്റെ മനസ്സിനെയാണ് വിശ്വാസം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഇതൊരു പാർട്ടി ഗ്രാമമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് കണ്ണും പൂട്ടി വോട്ട് ചെയ്യുകയോ ചെയ്യുന്ന ആളുകളുള്ള സ്ഥലമൊന്നുമല്ല. ഇത് ജനാധിപത്യത്തിൻ്റെ ധാരാളം ശുദ്ധമായി പ്രവഹിക്കുന്ന വലിയ സഹിഷ്ണുതയുള്ള വലിയ ലിബറലായിട്ട് ചിന്തിക്കുന്ന മനസ്സുകളുള്ളൊരു ഇടമാണ് ഈ പൊന്നാനി. ആ മനസ്സുകളെ ചില പൊന്നാനിയുടെ ജനപ്രതിനിധികൾ വളരെ ഭംഗിയായിട്ട് അവരുടെ ആ ഒരു ക്വാളിറ്റിയെ തങ്ങളുടെ ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ട് ഉപയോഗിച്ചു. അതിന് പ്രതിരോധം തീർക്കാൻ അന്ന് മറുപക്ഷത്താരും ഉണ്ടാകാതെ പോയി. അത്തരമൊരു സാഹചര്യം, അതായത് ഈ ലിബറലായി ചിന്തിക്കുന്ന വലിയ മനസ്സുള്ള മനുഷ്യരുള്ള ഒരിടമാണ് പൊന്നാനി. അവർ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തോട് അനുഭാവമുള്ളവരാണ് പാരമ്പര്യമായിട്ട്. പക്ഷേ ഇടക്കാലത്ത് വന്ന ചില ജനപ്രതിനിധികൾ അത് അവരുടെ മിടുക്കാണ്. അവർ ഇത്തരം ആളുകളുമായിട്ട് ഒരു സമാന മനസ്സൊക്കെ സൃഷ്ടിച്ച് അത് പങ്കുവെച്ച് അവരുടെ വലതുപക്ഷ രാഷ്ട്രീയത്തെ ക്രമേണ ഇടതുപക്ഷ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ ആ വ്യക്തികൾ ചിലരൊക്കെ വിജയിച്ചു പോയിട്ടുണ്ട്. അതാണ് പൊന്നാനിയിലെ നിരന്തര വിജയങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും അത് തിരിച്ചു നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആ കാലത്ത് ഞാൻ ഇവിടെ ആ കാലത്തെ ജനപ്രതിനിധികൾ അത് ചെയ്യുമ്പോൾ അതിനിപ്പുറത്ത് പ്രതിരോധം തീർക്കാൻ ഇവിടെ UDFൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ അത് നടക്കാതെ പോവുമായിരുന്നു. പക്ഷേ അന്നത് സംഭവിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഗുണം LDFന് കിട്ടി. UDF വളരെ പിറകോട്ട് പോയി. ഇന്ന് ആ കാലത്തെ തിരിച്ചു പിടിക്കുന്നു എന്നേ ഉള്ളൂ. ആ കാലത്തെ തിരിച്ചു പിടിച്ചാൽ തന്നെ പൊന്നാനി പഴയതുപോലെ വലത്തോട്ട് തിരിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ ഇടതുപക്ഷത്തിൽ സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ഒരു ആശയക്കുഴപ്പവും തീരദേശ മേഖലയിലുണ്ടായ ചെറിയ
ചെറിയ താങ്കൾക്ക് വോട്ടായി മാറുന്നതിലെ താങ്കൾക്ക് അത് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷയുണ്ട്. അല്ല, ഞാനത് LDF സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. അതൊക്കെ ആ പാർട്ടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ. അവരുടെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ അവരുടെ പാർട്ടി അണികളെയൊക്കെ ബോധ്യപ്പെടുത്തുന്നതിലൊക്കെ ആദ്യം വിജയിച്ച് വരട്ടെ. അതൊക്കെ അവരുടെ ബിസിനസ്സാണ്, നൺ ഓഫ് മൈ ബിസിനസ്. പാർട്ടി നീതിപൂർവമല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നുള്ളൊരു അഭിപ്രായം അതിന് ഞാൻ അതിനകത്ത് നമ്മൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേ പ്രചരണ രംഗത്ത് താങ്കൾക്ക് അത് അനുകൂലമായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇത് പ്രചരണ രംഗത്ത് അത് മാത്രമല്ല, തീരദേശത്തോടുള്ള സമ്പൂർണ്ണ അവഗണന അത് തീർച്ചയായിട്ടും എനിക്ക് വലിയ രൂപത്തിൽ പിന്നെ അവിടുന്ന് അനുഭാവം ഉണ്ടായതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഓരോ മനുഷ്യരും അവിടെ നിരാശരാണ്, സമ്പൂർണ്ണമായ നിരാശരാണ്. CPM അണികളടക്കം നിരാശരാണ്. പിന്നെ അതൊക്കെ അങ്ങനൊരു പിന്നെ ഒരു മാസ് ഹിസ്റ്റീരിയൊക്കെ സൃഷ്ടിക്കുന്ന ഒരു പരുവം ഇപ്പോൾ CPM ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാസ് ഹിസ്റ്റീരിയ സൃഷ്ടിച്ചാണ് CPM അതിൻ്റെ മറികടക്കാറുള്ളത്. ഇപ്പം മാസില്ല, ഹിസ്റ്റീരിയ മാത്രമേ ഉള്ളൂ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ താങ്കൾ നേതൃത്വം കൊടുത്തു. ആ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം UDF ഉണ്ടാക്കി. പക്ഷെ പൊന്നാനി നഗരസഭയിൽ കാര്യമായ ഞാൻ അതിന് നേതൃത്വം കൊടുത്തു എന്ന വാക്കിൽ എനിക്കൊരു തിരുത്തുണ്ട്. കാരണം ഞാനങ്ങനെ സമ്പൂർണ്ണമായിട്ട് അതിന് നേതൃത്വം കൊടുത്തിട്ടില്ല. ഞാനത് തീരദേശത്ത് മാത്രമാണ് ഞാൻ ഇടപെട്ടത് ആ തെരഞ്ഞെടുപ്പിൽ. ബാക്കി ഇടങ്ങളിലൊക്കെ നിലവിലുള്ള സിസ്റ്റത്തിന് ആനുപാതികമായിട്ട് ഞാൻ പോയി എന്ന് മാത്രം. അല്ല, തീരദേശം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരുന്ന ഇടമല്ല. 100% CPM വിജയിച്ച സ്ഥലമല്ല. അത് നേരെ 50% മാറിയല്ലോ പല പാർട്ടികളുണ്ടെങ്കിലും. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് അതേ ഉള്ളൂ. ഞാൻ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഇടപെടാൻ നമ്മുടെ സ്ഥാനാർത്ഥി നിർണയമാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരദേശത്ത് ഒരു സീറ്റിൽ മത്സരിക്കുന്ന കാതർകുട്ടിയാണ്, അതെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. വേറൊരു സീറ്റിൽ കബീർ മത്സരിക്കുന്ന കാര്യത്തിൽ നമ്മളൊക്കെ ഒരു കൂടിയാലോചന ഉണ്ടായിരുന്നു. പിന്നെ സലാം മത്സരിക്കുന്ന സ്ഥലത്തും നമ്മളൊക്കെ ഒരു കൂടിയാലോചന ഉണ്ടായിരുന്നു. അതാ 3 സീറ്റ് അത്ര. തീരദേശം താങ്കളെ ചേർത്ത് നിർത്തുന്ന വിശ്വാസമുണ്ടോ? തീരദേശം നിങ്ങൾ വിഷമിക്കണ്ട. തീരദേശം എന്നെ ചേർത്ത് നിർത്തിയാലേ, തീരദേശം എന്നെ ചേർത്ത് നിർത്തുമ്പോൾ അതിൽ താങ്കളൊക്കെ ഉണ്ടാവും. ഞാനിത് ഒരിക്കലും ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഈ സങ്കുചിത പാർട്ടി ലൈനിൽ ഇത് കൊണ്ടുപോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പൊന്നാനി അങ്ങനെ ഒരു കൾച്ചറുള്ള സ്ഥലമല്ല. അത് അങ്ങനെ അങ്ങ് വിജയിപ്പിച്ചെടുക്കാൻ CPM കുറെ കേഡർ സംവിധാനവും ചില മുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചു കാലം പറ്റിയെന്നേ ഉള്ളൂ. ആ കാലം കഴിഞ്ഞു. ഇത് ഈ തെരഞ്ഞെടുപ്പ് ആ മുഖങ്ങളൊന്നും ഇല്ല ഇപ്പോൾ. ആ മുഖം എന്ന് പറഞ്ഞാൽ അതൊന്നും ഈ പൊന്നാനിക്കാരായ മുഖങ്ങളൊന്നും അല്ല. അതൊക്കെ പുറത്തു നിന്ന് വരികയും ജനപ്രതിനിധി ആവുകയും ചെയ്ത മുഖങ്ങളാണ്. അതൊക്കെ പിന്നെ രാഷ്ട്രീയമായിട്ട് നമ്മൾ ഒരു പഠന വിധേയമാക്കേണ്ട, ബഹുമാനം അറിയിക്കുന്ന ആളുകളാട്ടോ. ഞാൻ രാഷ്ട്രീയ വിരോധം കൊണ്ട് എന്തെങ്കിലും പറയുന്നതല്ല. താങ്കളുടെ വിഷയത്തെ കുറിച്ച് MLA ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. താങ്കൾ കടൽ ഭിത്തി തീരദേശം മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ താങ്കൾ കടല് കാണാത്തത് കൊണ്ടാണ് അത്തരത്തിൽ പറയുന്നതെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. അല്ല, ഞാൻ അദ്ദേഹം ഒരു മുതിർന്ന മനുഷ്യനാണ്. ഞാനും പിന്നെ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ മറുപടി പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിന്നെ അപകീർത്തിപ്പെടുത്താനൊന്നും അല്ല. ഇതൊക്കെ വ്യക്തിഗതമാണ്. ഞാൻ ഇന്നത് കണ്ടിട്ടില്ല, അപ്പം പുള്ളി ഇന്നത് കണ്ടില്ല എന്നുള്ള ലൈനിലേക്കൊന്നും ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ രാഷ്ട്രീയമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് അങ്ങേറ്റത്തെ സഹതാപമുള്ളത്. കാരണം ഈ പൊന്നാനി പോലത്തെ ഒരു സ്ഥലത്ത് MLA ആവാൻ അവസരം കിട്ടിയിട്ട് ഈ 4.25 കൊല്ലം അദ്ദേഹം എവിടെയും അങ്ങനെയൊന്നും ഒരു സാന്നിധ്യം അറിയിക്കാതെ ഈ 2026 ജനുവരി തൊട്ടങ്ങ് സജീവമാകുന്ന ഒരു MLA എന്ന് പറയുമ്പോൾ അതിലെനിക്ക് അദ്ദേഹത്തോടൊരു ബഹുമാനക്കുറവ് തോന്നി. അല്ലാതെ ഇപ്പം നമുക്ക് അദ്ദേഹത്തിന് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും ഞാനൊരു പരാമർശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ കടല് ആരാ കണ്ടത് കാണാത്തതെന്നൊക്കെ കടലിൻ്റെ മക്കൾ തീരുമാനിച്ചോട്ടെ. ഞാനും നന്ദകുമാറും എല്ലാം തീരുമാനിക്കണ്ടല്ലോ. എന്താണ് താങ്കളുടെ പ്രതീക്ഷ? വിജയം എങ്ങനെയായിരിക്കും? ഇവിടെ വലിയ മാർജിനിൽ വിജയിക്കാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. എന്നാൽ ഒരു മാന്യമായ മാർജിനിൽ അത് ഒതുങ്ങാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. അതൊക്കെ അടുത്ത നാളുകളിലെ രാഷ്ട്രീയ ഗതിവിഗതികൾക്കനുസരിച്ചായിരിക്കും. കാരണം ചില ബ്ലാങ്ക് പോക്കറ്റുകളൊക്കെ ചില ഈ വോയിഡ് നോക്കുമ്പോൾ ചില ഈ മത്സരരംഗത്തുണ്ട്, ചില മുന്നണിയിലും ചില പാർട്ടിയിലൊക്കെ. അതിൻ്റെയൊക്കെ പോക്കും നീക്കമൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അവസാനം പറയാം. മുൻകാലങ്ങളിൽ UDF കണ്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം ഈ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ, ഒരു വോട്ട് ചോർച്ച അങ്ങനെയുള്ളത്. ഇത്തവണ അങ്ങനെ ഒരു ഭയം താങ്കൾക്കുണ്ടോ? ഇത്തവണ ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ അങ്ങനൊരു ഭയം
വിധി വൈപരീത്യം കൊണ്ട് ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ എതിരാളിക്കാണുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് UDF-ഉം കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ചോദ്യമൊക്കെ പഴങ്കതയാവും ഈ തെരഞ്ഞെടുപ്പോട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊന്നാനിയിൽ വലിയ മുന്നേറ്റവും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരെ തിരിച്ചു. എന്താണ് അതിൻ്റെ ഒരു അതൊന്നും ഈ പൊന്നാനി മാത്രമല്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിന്നെ പാലക്കാട് സീറ്റും കാസർഗോഡ് സീറ്റും ഒക്കെ പിന്നെ ഈ UDF വലിയ വോട്ടിന് ജയിക്കുന്നു. മലബാറിലും ഈ കോഴിക്കോട് പാർലമെന്റ് സീറ്റ് 1,49,000 വോട്ടിനൊക്കെ ജയിക്കുന്നത്. അവിടെ 2001 ശേഷം കോൺഗ്രസിന് MLA ഇല്ല. കാസർഗോഡ് സീറ്റ് 1,4 ലക്ഷത്തിനാണ് ജയിക്കുന്നത്. അവിടെ 987 ശേഷം കോൺഗ്രസിന് MLA ഇല്ല. അപ്പം പൊന്നാനിയേക്കാൾ വലിയ ഉദാഹരണങ്ങൾ അപ്പുറത്തുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നുമില്ല, ഞാനങ്ങനെ വലിയ പിന്നെ അങ്ങനെ വലിയ വർണ്ണപ്പൊലിമയിലേക്കൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ മാതിരി നമ്മൾ അത്യാവശ്യം വണ്ടിക്കൂലിയും ഭക്ഷണം കഴിച്ച് പോകുന്നതുകൊണ്ട് നമ്മൾ കാശുകാരനാണ് പറയുന്നത്. വലിയ പണിയിലേക്കൊന്നും പോകണ്ട. നമ്മൾ ലോ പ്രൊഫൈലൊക്കെ അത് പ്രചരണം ആരംഭിച്ചല്ലോ. ആരംഭിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല, ഈ മറ്റേ ഔദ്യോഗികമായ വാഹന പ്രചരണം ആണെങ്കിൽ അത് അനൗദ്യോഗികമായിട്ട് നമ്മളിപ്പോ ഓരോ ഹാഫ് ഡേ വരെ പഞ്ചായത്ത് വെച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോ അത് 1-ാം തീയതിയോടെയാണ്. അത് വരും. അതിന് ഞാനല്ല തീരുമാനിക്കുന്നത്. അതൊരു സ്റ്റാർ ക്യാമ്പയിനേഴ്സ്, അതിന് ഷെഡ്യൂളുണ്ട്. പൊന്നാനിക്കാരെ തരുന്നത് അവരെ നമ്മൾ കൊണ്ടുവരും. ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളെ പ്രത്യേകിച്ച് ജില്ലാ UDF ചെയർമാൻ മത്സരിക്കുന്നത് മറ്റൊരു മണ്ഡലത്തിലാണ്, ഈ ജില്ലയിലുമല്ല. അതുകൊണ്ട് ജില്ലയിലെ പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടോ മണ്ഡലത്തിലെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടോ? ഒരിക്കലില്ല. ജില്ലാ UDF ചെയർമാനും ഞാനും ദിവസവും കുന്നംകുളവും പൊന്നാനിയായിട്ടുള്ള ആശയവിനിമയം നടത്താറുണ്ട്. എന്തിന് പൊന്നാനി പൂർണ്ണമായി കണ്ടോ? പൊന്നാനി പൂർണ്ണമായി കണ്ടോ മണ്ഡലം? ഞാൻ നമുക്കൊന്ന് വ്യക്തിപരമായിട്ടിരിക്കാം. ഞാൻ കണ്ടൊരു പട്ടിക നിങ്ങൾക്ക് തരാം. പോരായി ഉണ്ടെങ്കിൽ നിങ്ങളെ നമുക്ക് കൊണ്ടുപോയി കാണിച്ചു തരാം. നിങ്ങൾ നമുക്ക് ഇതൊരു ഗൗരവതരമായ രാഷ്ട്രീയമൊക്കെ നമുക്ക് സംസാരിക്കാം. ഇത് പൊന്നാനി മുഴുവൻ കണ്ടോന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ കാണാത്ത പ്രദേശങ്ങളുണ്ടാവും. താങ്കൾ ആരോപിക്കുന്ന പല കാര്യങ്ങളും പൊന്നാനി സ്റ്റേഡിയം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെയത്? കാർമാർ റോഡിൽ സ്റ്റേഡിയം നിർമ്മാണം നടന്നു. ഇൻഡോർ സ്റ്റേഡിയം താങ്കൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇൻഡോർ സ്റ്റേഡിയം അല്ലല്ല, ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഞാൻ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേഡിയം അല്ല. നിങ്ങളെ ദയവേത് നിങ്ങൾ അതൊക്കെ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തിയാൽ പിന്നെ എനിക്ക് സ്പേസ് ഇല്ലല്ലോ. അതായത് നിങ്ങൾ തീരദേശത്തെ ആളുകളൊന്ന് ബോധ്യപ്പെടുത്തും. കടൽ ഭിത്തിയൊക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ സ്പോർട്സ് തൽപരരായ യുവാക്കളോട് പറയുക സ്റ്റേഡിയം വരുന്നുണ്ട്. നിങ്ങൾ അവരെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്താൽ അതാണല്ലോ എന്നെ പിന്നെ പൊളിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം. അതൊന്നും ചെയ്താൽ എന്നെ വളർത്താൻ ഏതായാലും നിങ്ങൾക്ക് ഭാവമില്ലാതെ എനിക്ക് മനസ്സിലായി. പൊതുജനങ്ങളും നിങ്ങളുടെ എതിർപക്ഷത്തുള്ള ആളുകളുടെ ആരോപണങ്ങൾ മാത്രമേ തീർച്ചയായും അങ്ങനെ മനസ്സിലായി. അതെ, നമ്മളെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പറയാണ്. അതായത് നമ്മൾ ഇത് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പൊക്കെ നിങ്ങൾ നിലനിർത്തിക്കോളൂ, ആരാച്ചാൽ എങ്ങനെയാ വെച്ചാൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു പൊതു നന്മയും ഒരു പൊതു നീതിയൊക്കെ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നമുക്കൊക്കെ ഒരുമിച്ച് പോകണം, നാടിൻ്റെയും നാട്ടുകാരുടെയൊക്കെ കാര്യത്തിൽ. പിന്നെ ഇത് നമ്മൾ അങ്ങനെ ഒരു സങ്കുചിത രാഷ്ട്രീയത്തിന് വഴങ്ങുന്നൊരു മണ്ണല്ല പൊന്നാനി എന്നുള്ളതാണ് ഞാനിത് മനസ്സിലാക്കിയെടുത്തൊരു കാര്യം. അവിടെ അത് സങ്കുചിത രാഷ്ട്രീയം വേഷപ്രചന്നമായിട്ട് പൊന്നാനിയെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞ കുറേ കാലമായിട്ട്. അതിൻ്റെ ഒരു ഗുണഫലം നന്ദകുമാറിന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പക്ഷെ നന്ദകുമാറിൻ്റെ പീരീഡ് കൂടി അത് തെറ്റിദ്ധരിച്ച ആളുകൾക്കൊക്കെ ബോധം വന്നിട്ടുണ്ട്. അവരത് ഈ 2026 കൃത്യമായിട്ട് ആ സമ്മതിദാനാവകാശ വിനിയോഗത്തിലൂടെ അത് പ്രകടമാക്കും. അല്ല, അതല്ല, അതിന്റെ മുൻഗാമികളുടെ ഒരു ക്ലൗട്ട് ഉണ്ടല്ലോ. അതിന്റെ അങ്ങനെ നന്നായി ചെയ്യുന്ന ഞാൻ അവരുടെ സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സാ പറഞ്ഞത്. അല്ലാതെ അവരിവിടെ ഏതെങ്കിലും തരത്തിൽ വികസന മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ് അത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതോടുകൂടി നമുക്ക് അത് മൊത്തത്തിൽ നമുക്കൊരു വിശകലനം നടത്താറ്. കാരണം 87-ലും 91-ലും ഒക്കെ അല്ല, 87-ല് പൊന്നാനിയിൽ UDF ജയിച്ചു, 82-ൽ ജയിച്ചു. അങ്ങനെ ഇത് ചിലതിനൊക്കെ ചില തുടർച്ചകളുണ്ട്. അങ്ങനെയാണ് നന്ദകുമാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.
അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം കൂടി. Yes. ഈ വൈൻഡപ്പ് ചെയ്യുന്ന ചോദ്യം, പൊന്നാനിയിൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതി, ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതി? പൊന്നാനിയിലെ ഞാനൊരു MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന പദ്ധതി ഈ ടൂറിസം രംഗത്ത് ഈ BM2 കുന്നംകുളം എന്നൊരു പ്രോജക്റ്റ് അതൊന്ന് നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. പിന്നെ തീരദേശവുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക ഒരു പ്രയോറിറ്റി അജണ്ട നിശ്ചയിച്ച് അങ്ങനെയും മുന്നോട്ട് പോകും. കോൾ കൃഷിക്കാരുടെ കാര്യവും ഈക്വൽ പ്രയോറിറ്റി ചെയ്യും. അങ്ങനെ 3 കാര്യങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കും. കർമ്മറോഡിന്റെ നാട്ടിൽ എന്തോ ചെയ്യുമെന്ന് പറയുന്നത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി. അല്ല, അതിൻ്റെ വിശദമായ നമ്മുടെ ഒരു പ്രകടന പത്രികയിൽ അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അത് പറയുമ്പോൾ CPM ഇന്റേണൽ പൊളിറ്റിക്സ് ഒക്കെ പറയേണ്ടി വരും. അതൊരു TM സിദ്ദീഖ് വിരുദ്ധ CPM ഒരു കോക്കസിൻ്റെ ഒരു പ്ലാനാണ് അത്. കാരണം പോസ്റ്റർ കീറി നമ്മളും കൂടി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു CPM കോൺഗ്രസ് സംഘർഷമൊക്കെ വരുമ്പോൾ ഒരു വൈകാരിക ഐക്യപ്പെടലൊക്കെ ഉണ്ടാക്കി പ്രതിസന്ധികൾ മറികടക്കാമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ ആ പോസ്റ്റർ കീറി നമുക്ക് അടുത്ത പോസ്റ്റർ അവിടെ കൊണ്ട് ഒട്ടിക്കാം, ഫ്ലക്സ് കീറിയ പുതിയ ഫ്ലക്സ് വെക്കുക എന്നുള്ളതാണ്. നമ്മളതിന് തലവെക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ഏതാണ് അതൊക്കെ നിങ്ങൾ കണ്ടെത്തി എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമാണ്. അത് ഞാൻ പറയുന്ന കാര്യത്തിൽ അതിനകത്ത് നിഷ്പക്ഷത TM സിദ്ദീഖ് വിരുദ്ധ അത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ തന്നെ കണക്കുകൂട്ടി ഗണിച്ചെടുത്തോളൂ. പക്ഷെ TM സിദ്ദീഖ് വിരുദ്ധ കോക്കസ് ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഞാൻ അങ്ങനെ ഒരു കോക്കസ് ആരാ, എന്താ, എങ്ങനെയാണ് അവരുടെ രീതി ശൈലി, അതെയൊക്കെ നമ്മൾ എതിർക്കുന്നുണ്ട്. അവരുടെ ഒരു വിദ്യയാണെന്ന് ഇത് പറഞ്ഞു. നമുക്ക് അവരെ എല്ലാത്തിനും പോയി എതിർക്കാൻ സമയമില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഫ്ലക്സും പോസ്റ്ററും ഒക്കെ വന്ന് കീറുമ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ പറയുന്നതേ ഉള്ളൂ. അത് മിനിമം അതെങ്കിലും പറയണമല്ലോ.